ആ ഹല്ലേലൂയ, സിക്സ്ത് ഡേ ഹല്ലേലൂയ, ദൈവം എല്ലാം സൃഷ്ടിച്ചു. അവസാനമായി ഹല്ലേലൂയ നമ്മളെ സൃഷ്ടിച്ചു, സ്ത്രീകളെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. എന്റെ ടോപ്പിക് അതല്ല. ഞാൻ ഇന്ന് ആ സൂം എടുത്ത് നോക്കിയപ്പോൾ ഡേറ്റ് ഏതാ, 6th ഓഗസ്റ്റ് എന്ന് കണ്ടപ്പോൾ എന്റെ മനസ്സിൽ വന്നൊരു കാര്യം, ദൈവം ഹല്ലേലൂയ ഏദൻ തോട്ടത്തിൽ സൃഷ്ടി എല്ലാ സൃഷ്ടിയെയും ക്രിയേഷനെയും അല്ലെങ്കിൽ എല്ലാ ക്രിയേച്ചറും അവിടെ വന്ന ശേഷം ആ തോട്ടത്തിനകത്ത് വെച്ച് സൃഷ്ടിച്ച ഒരു സൃഷ്ടി ഉണ്ടെങ്കിൽ നമ്മൾ സഹോദരിമാരാണ്. ഹല്ലേലൂയ. അതിനായി ദൈവത്തെ സ്തുതിക്കാം. നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാണെന്നറിയാമോ? വലിയ ദൗത്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ചില പരിപാലനത്തിന്റെയും ചില ശുശ്രൂഷകൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, എന്നെയും നിന്നെയും സൃഷ്ടിച്ച ദൈവത്തിന് എന്നെയും നിന്നെ കുറിച്ച് വലിയ പ്ലാനും പദ്ധതിയുമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ മീറ്റിംഗിൽ പ്രസംഗിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഹല്ലേലൂയ, ഒരു ബുക്ക് എഴുതുന്ന ഓഥറിന് മാത്രമേ ഹല്ലേലൂയ ആ ബുക്കിന്റെ എൻഡിങ് എന്താണെന്നറിയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഓഥറും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷകർത്താവുമായ യേശുവിന് മാത്രമേ അറിയത്തുള്ളൂ എന്റെയും നിന്റെയും ജീവിതത്തിന്റെ അന്ത്യം എന്തെന്ന്. ഹല്ലേലൂയ. പക്ഷെ അന്ത്യം ഹല്ലേലൂയ എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്? ദൈവം എന്ന് പറയുന്ന ഹല്ലേലൂയ സാക്ഷാൽ ദൈവം സ്വന്തം പുത്രനെ നമ്മുടെ രക്ഷകനായി ലോകത്തിൽ അയച്ചു. ആ യേശുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ഹല്ലേലൂയ അവന്റെ സന്താനങ്ങളാണ്. ഹല്ലേലൂയ. അവനാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. നമ്മൾ അവന്റെ വചനത്തിൽ ജീവിക്കുമ്പോൾ, നമ്മൾ അവൻ ഹല്ലേലൂയ തന്നിരിക്കുന്ന നിയമപ്രകാരം ജീവിക്കുമ്പോൾ, ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന പ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ നമുക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന ഓരോ അധ്യായത്തിലും നമ്മൾ ദൈവഹിതം വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മൾ ഈ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന്റെ കരങ്ങൾ നമ്മളെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഞാൻ മലയാളത്തിൽ അങ്ങനെ പെട്ടെന്ന് മെസ്സേജ് കൊടുക്കാൻ ഞാൻ അങ്ങനെ ഏൽക്കുന്ന ആളല്ല. കാരണം അതിനുവേണ്ടി എനിക്ക് ഒത്തിരി ഹോംവർക്ക് ചെയ്യണം. പക്ഷെ ഇന്ന് രാത്രികാലം സെലിൻ എന്നോട് കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞു, ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നമ്മുടെ ഭാഷയോ നമ്മുടെ വാക്കുകളോ അല്ല, ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് രാത്രികാലം നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ ഹല്ലേലൂയ എന്റെ വാക്കുകൾ അല്ലെങ്കിൽ എന്റെ പ്രൊനൗൺസിയേഷൻ ഹല്ലേലൂയ ഒരു പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളുള്ളിൽ ക്രിയ ചെയ്യുമ്പോൾ ദൈവം തന്നെ ഹല്ലേലൂയ വാക്കുകളെയും ഹല്ലേലൂയ ദൈവം തന്നെ നമ്മുടെ ബുദ്ധിയെയും ദൈവം തന്നെ ഹല്ലേലൂയ നമ്മുടെ വായിൽ വരേണ്ടിയ ഓരോ ഹല്ലേലൂയ കാര്യങ്ങളെയും അവൻ നിയന്ത്രിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു ആ സ്വർഗത്തിലെ ദൈവമാണ് എന്നെ നിയന്ത്രിക്കുന്നത്? പലപ്പോഴും നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ പലതും ചെയ്യുവാൻ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ തത്പരപ്പെടാറുണ്ട് അല്ലേ? നമ്മുടെ കഴിവ്, നമ്മുടെ പണം, നമ്മുടെ സമ്പത്ത്, അല്ലെങ്കിൽ ഒരു പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന തലമുറ, ഒരു പക്ഷെ നമ്മുടെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അതിലൊക്കെ പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ നമുക്കൊരു അഹം അല്ലെങ്കിൽ ഇഗോ വരാറില്ലേ? ഹല്ലേലൂയ. നിങ്ങൾ ആരുടെയും കാര്യമല്ല പറയുന്നത്, ഞാൻ എന്നെ കുറിച്ച് സ്വയം പറയുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? പക്ഷെ ദൈവം അത് ചിലപ്പോൾ ക്ലോസ് ചെയ്തത് എന്തിനാണെന്നറിയാമോ? നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ വേണ്ടി. ഇന്ന് രാത്രികാലം നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുക. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മൾ ആശ്രയിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, ക്ഷണം നേരം കൊണ്ട് കാലിന്റെ അടിയിൽ നിന്ന് ഹല്ലേലൂയ അത് തട്ടി മാറ്റുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഇന്ന് രാത്രികാലം ഓർത്തുകൊള്ളണം. വയനാട് എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് നമ്മളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് വരെയും നമ്മൾ ന്യൂസ് കേട്ടോണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മളെ പോലുള്ള വ്യക്തി ജീവിതങ്ങൾ, നമ്മളെ പോലുള്ള സഹോദരിമാർ അല്ലെ തലമുറകൾക്ക് വേണ്ടി സ്വപ്നം കണ്ടു. പക്ഷേ നിമിഷ നേരത്തിനുള്ളിൽ എല്ലാം മാറിപ്പോയി. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നമ്മൾ എന്തിൽ ആശ്രയിക്കുന്നു അത് ദൈവം ഹല്ലേലൂയ തുടച്ചു മാറ്റും. നമ്മുടെ ആശ്രയം ഒന്നു മാത്രമായിരിക്കണം. ഏത് സമയത്തും എന്തും സംഭവിച്ചാൽ ആ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണം എന്റെയും നിന്റെയും ജീവിതം. ഹല്ലേലൂയ. ഒരു പക്ഷെ അത് വെള്ളപ്പൊക്കമായിക്കോട്ടെ, ഭൂകമ്പമായിക്കോട്ടെ, ഉരുൾപൊട്ടലായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ദൈവത്തോട് പറയണം. കഴിഞ്ഞ ദിവസം ദൈവദാസൻ എന്റെ ഹസ്ബൻഡ് പാസ്റ്റർ അജി പ്രകാരം പറഞ്ഞു, നമ്മൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യം അത് നിന്നിൽ അനുഗ്രഹപ്പെട്ടതായിരിക്കണം. ആമേൻ. ഇന്ന് തൊട്ട് അത് പ്രാർത്ഥിക്കാത്തവർ പ്രാർത്ഥിച്ചു. നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം ദൈവഹിതപ്രകാരവും ദൈവത്തിൽ ധന്യവുമായി തീരണം. നമുക്കറിയത്തില്ല
നമ്മൾ എവിടെ ആയിരിക്കുമെന്ന്. പക്ഷെ ഒന്ന് നമുക്കറിയാം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എന്ന് പറയുന്ന യേശു ക്രിസ്തുവിലാണ് നമ്മുടെ അന്ത്യമെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ ജീവകാലം മൊത്തവും ആ നിത്യജീവിതത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യാശ. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ, നമ്മൾ ഏത് സ്ഥാനത്തായിരുന്നാലും, ഒരു പക്ഷേ ഫൈനാൻഷ്യലായി നമ്മൾ ക്രൈസിസിലായിരിക്കാം, രോഗത്തിന്റെ ബന്ധനങ്ങളിലായിരിക്കാം, പലവിധമാകുന്ന ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കാം. പക്ഷെ ദൈവം പറയുന്നു, ഹല്ലേലൂയ, നിന്റെ പ്രശ്നങ്ങളും നിന്റെ രോഗങ്ങളും എല്ലാറ്റിനെക്കാട്ടിലും വലിയവനാണ് ഞാൻ എന്ന്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ എല്ലാവിധമായ പ്രശ്നത്തെക്കാട്ടിലും വലിയവനാണ് ഹല്ലേലൂയ നമ്മോട് കൂടെയുള്ള സ്വർഗത്തിലെ ദൈവം. ആ ദൈവത്തിൽ ഇന്ന് രാത്രികാലം നമ്മൾ ആശ്രയിക്കുമെങ്കിൽ, ആ ദൈവത്തിന്റെ ശക്തി നമ്മൾ പ്രാപിച്ചെടുക്കുമെങ്കിൽ, ചിലത് ഇതുവരെയും കാണാത്ത ചില നന്മകളെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ആമേൻ. ഇതുവരെയും ഹല്ലേലൂയ എത്തപ്പെടാത്ത ചില നന്മകളിൽ നമ്മുടെ തലമുറകൾ എത്തിച്ചെറിയും. ഹല്ലേലൂയ. വിശ്വസിക്ക്. തലമുറകൾക്ക് വേണ്ടി ഇച്ചിരി മുമ്പ് നമ്മൾ ഇവിടെ പ്രാർത്ഥിച്ചല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ക്ലെയിം ചെയ്യണം കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ we have to claim it. നമുക്കത് ക്ലെയിം ചെയ്ത് we have to declare and decree. നമ്മൾ അത് ഘോഷിക്കണം. നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടു. തലമുറകൾക്ക് വേണ്ടി ദൈവം വഴി തുറന്നു എന്ന്. അതെങ്ങനെയാണെന്നറിയാമോ? നമ്മൾ നമ്മുടെ വായിൽ കൂടെ പറയുമ്പോൾ, നമ്മുടെ ബുദ്ധിയിൽ അത് വിശ്വസിച്ച്, നമ്മുടെ ഹൃദയത്തിൽ അത് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നടക്കുമോ ഇല്ലയോ? ഹല്ലേലൂയ. ഇന്ന് അങ്ങനെയല്ല. നമ്മുടെ ഈ രഹോബോത്ത് മിനിസ്ട്രിയുടെ സഹോദരിമാരെ, നമ്മുടെ പ്രാർത്ഥനാ തലത്തിൽ തന്നെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച യാദൃശ്യമായിട്ടാണ് ഷീല ആന്റിയുടെ പ്രസംഗത്തിൽ കയറിയത്. ഹല്ലേലൂയ. എല്ലാരും പ്രാർത്ഥിക്കുന്ന പോലല്ല നമ്മുടെ പ്രാർത്ഥന. ഒരു വ്യത്യസ്തമായ പ്രാർത്ഥനയായിരിക്കുമെങ്കിൽ ഒരു വ്യത്യസ്തമായ മറുപടി നമ്മൾ കണ്ടെത്തും. ഹല്ലേലൂയ. അതിന് നല്ലൊരു ഉദാഹരണമാണ് യോക്കേബേദിനെ കുറിച്ചല്ല ഞാൻ പ്രസംഗിക്കുവാൻ പോകുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ലേഡീസ് മീറ്റിംഗ് പ്രസംഗിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു, എല്ലാവരുടെയും പ്രാർത്ഥന പോലല്ലായിരുന്നു യോക്കേബേദിന്റെ പ്രാർത്ഥന. ആമേൻ. എല്ലാ ഇസ്രായേലിലെ സഹോദരിമാരും അവർക്ക് ജനിച്ച ആൺ പൈതലിനെ എടുത്ത് ഹല്ലേലൂയ ആ നൈൽ റിവറിൽ ഇട്ടപ്പോൾ യോക്കേബേദ് തീരുമാനിച്ചു, ഞാൻ എന്റെ തലമുറകളെ അതിന് കൊടുക്കുകയില്ല. അതുകൊണ്ടാണ് എബ്രായർ ലേഖനം 11:23 പറയുന്നത്, ഹല്ലേലൂയ, മോശയുടെ മാതാപിതാക്കൾ രാജാവിന്റെ കൽപ്പനകളെ അവർ അനുസരിച്ചില്ല, അവർ ദൈവത്തെയാണ് ഭയപ്പെട്ടത്. ഇന്ന് രാത്രി കാലം ഈ ലോകത്തിലെ രാജാക്കന്മാരെയോ ഈ ലോകത്തിലെ പ്രഭുക്കന്മാരെയോ അല്ല വിശ്വസിക്കേണ്ടത്. നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ വിശ്വസിക്കെ, അവനെ ഭയക്കുകയാണെങ്കിൽ ദൈവം വ്യത്യസ്തമായ ചില കാര്യങ്ങളെ ചെയ്യുവാനുള്ള കഴിവും ബുദ്ധിയും ജ്ഞാനവും തരും. ഹല്ലേലൂയ. ഞാൻ ആ മെസ്സേജിന് യോക്കേബേദിന്റെ മെസ്സേജിന് ഒരു ടൈറ്റിൽ ഇട്ടത് ഇങ്ങനെയാണ്, കൊട്ടയിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് ഒരുവൻ പോയതിന്റെ കാരണം എന്താണെന്നറിയാമോ? യോക്കേബേദിന്റെ വിശ്വാസത്തെ ദൈവം മാനിച്ചു. ഹല്ലേലൂയ. യോക്കേബേദ് എന്ന് പറയുന്ന മാതാവ് മറ്റുള്ള മാതാക്കൾ ചെയ്തതുപോലെ ചെയ്തില്ല. അവൾ ഡിസൈഡ് ചെയ്തു, ഐ ആം ഗോയിങ് ടു സേവ് മൈ ചൈൽഡ്. ഹല്ലേലൂയ. ഞാൻ എന്റെ കുഞ്ഞിനെ രക്ഷിക്കും. ഹല്ലേലൂയ. 3 മാസത്തോളം അവൾ ഒളിച്ചു വെച്ചു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുമ്പോൾ അവൾ എന്നാണ് എഴുതിയേക്കുന്നത്. അവൾ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കി. അവൾ നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ ഷീ. ഹല്ലേലൂയ. അവൾ ഉണ്ടാക്കി. ഹല്ലേലൂയ. അവൾ കൊട്ടയുണ്ടാക്കി. ഹല്ലേലൂയ. കുഞ്ഞിനെ അതിനകത്തിട്ടു. ഞാൻ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ലോകത്തിലെ ആദ്യത്തെ വാട്ടർ പ്രൂഫ് ബാസ്ക്കറ്റ് ആരെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ അതുണ്ടാക്കിയത് ആരാന്നറിയാമോ? ഒരു സാധാരണക്കാരത്തിയായ അടിമയിൽ ജീവിച്ച ഒരു യോക്കേബേദ് എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് ഉണ്ടാക്കിയത്. അവൾക്ക് എവിടെ നിന്ന് കൊടുത്ത ജ്ഞാനം? അവൾ വ്യത്യസ്തമായിരുന്നു. സ്വർഗത്തിലെ ദൈവത്തോട് അവൾ ഒരുപക്ഷെ ചോദിച്ചു കാണും, എന്റെ ഈ സന്താനത്തെ ഞാൻ കൊല്ലുവാൻ വിട്ടുകൊടുക്കയില്ല. ഹല്ലേലൂയ. രാജാവ് അറിയുകയാണെങ്കിൽ, ഹല്ലേലൂയ, ഇവൾക്കും ഇവളുടെ ഭർത്താവിനും കൊടുക്കുന്ന ഏറ്റവും വലിയ പണിഷ്മെന്റ് എന്താണെന്നറിയാമോ? അവരെ അവർ കൊല്ലും. പക്ഷെ അതൊന്നും ഭയക്കാതെ സ്വർഗത്തിലെ ദൈവത്തിൽ വിശ്വസിക്കാൻ ഒരു കാര്യമുണ്ട്. അവൾ ലേവ്യ കുടുംബക്കാരത്തിയാണ്. അവൾ അബ്രഹാമിന്റെ കൊച്ചുമകളാണ്. ആമേൻ.
നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാറില്ലേ, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ എന്ന്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുന്നു, ഇസ്രായേൽ മക്കൾ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവരുടെ കരച്ചിൽ ദൈവം കേട്ടു. കേട്ടത് മാത്രമല്ല, ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർത്തു. നമ്മൾ ദൈവസനിൽ കരയുമ്പോൾ, നമ്മുടെ ഹൃദയം ദൈവസനിൽ നമ്മൾ പങ്കുവെക്കുമ്പോൾ, ദൈവം ഓർക്കുന്നത് എന്നെ നിന്നെ മാത്രമല്ല, നമ്മൾ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുന്ന അബ്രഹാമിനെ അവൻ ഓർക്കും. കാരണം അബ്രഹാമിനോട് ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, നിന്റെ സന്തതികളെ ഞാൻ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെയും ഹല്ലേലൂയ സമുദ്രത്തിന്റെ തീരത്തിലെ മണൽ പോലെയും ആക്കി തീർക്കുമെന്ന്. നശിപ്പിക്കുവാൻ വേണ്ടി എല്ലാം മിസ്രൈമിൽ കൊണ്ടിട്ടേക്കുന്നത് നിനക്കൊരു പുതിയ വഴിയെ ദൈവം തുറക്കും. ഇന്ന് രാത്രികാലം ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്റെ ജീവിത വിവരം കൊണ്ട് അവസാനിക്കുമെന്ന്? വിശ്വസിക്കുക. യോക്കേബിനെ പോലെ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രവൃത്തിയും മറ്റുള്ളവർക്ക് വേദനാജനകമല്ല, മറ്റുള്ളവരെക്കാട്ടിലും വ്യത്യസ്തമാണെങ്കിൽ ദൈവം നിന്റെ തലമുറകളെ മാനിക്കുന്ന ദൈവം എന്ന് സ്വർഗത്തിലെ ദൈവം എന്ന് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. യോക്കേബിന്റെ ഒരു തീരുമാനം കാരണം, ഹല്ലേലൂയ, ഇസ്രായേലിനെ രക്ഷിക്കുവാൻ ഒരു തലമുറയാണ് അവൾ വാർത്തെടുത്തത്. ഇന്ന് രാത്രികാലം നമ്മൾ ഒരുപക്ഷെ ഏതവസ്ഥയിലും ആയിരിക്കാം, നമ്മുടെ സാഹചര്യം ഏതുമായിരിക്കാം, സ്വർഗത്തിലെ ദൈവം അവന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന കാര്യസ്ഥനെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അവനിൽ നമ്മൾ വിശ്വസിച്ച് ആത്മാവിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളെ ദൈവം കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ആമേൻ. നമുക്കറിയാമല്ലോ, മോശ ഹല്ലേലൂയ കൊട്ടയിൽ നിന്ന് അവനെ എവിടേക്ക് കൊണ്ടുപോയി? കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ചില നാളുകൾക്ക് ശേഷം മറ്റുള്ള പിള്ളേര്, ഞാൻ പിള്ളേരെന്ന് പറയുന്നത് ഒന്നുമല്ല, മറ്റുള്ള ഇസ്രായേൽ മക്കളുടെ കുട്ടികൾ അടിമയിലായിരിക്കുന്നു. അവർ മാതാപിതാക്കളോടൊപ്പം പണി ചെയ്യുന്നു, അടിമവേല ചെയ്യുന്നു. അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങളില്ല. പക്ഷേ ഇതാണ്ട് യോക്കേബേദിന്റെ മകനായ മോശ, അവനെ ദൈവം എവിടെ വിട്ട് പഠിപ്പിച്ചെന്നറിയാമോ? ഏറ്റവും വലിയ കോളേജിൽ, യൂണിവേഴ്സിറ്റിയിൽ, ഫറവോന്റെ കൊട്ടാരത്തിലെ എല്ലാവിധമായ വിദ്യയും അഭ്യസിക്കുവാൻ സ്വർഗത്തിലെ ദൈവം വഴി തുറന്നു. എങ്ങനെയാണെന്നറിയാമോ തുറന്നത്? ഒരു മാതാവ് മറ്റേ മാതാവിനെ പോലെ, മറ്റുള്ള മാതാപിതാക്കളെ പോലെ ചെയ്യാതെ ആ മാതാപിതാക്കൾ ചിലത് വ്യത്യസ്തമായി ചെയ്തു. ഇന്ന് പ്രിയമുള്ള മാതാവ് സഹോദരിമാരെ, പ്രിയ സഹോദരന്മാരെ, ദൈവദാസന്മാരെ, ദാസിമാരെ, നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നത് കോപ്പി ചെയ്യുവാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്, ചിലത് വ്യത്യസ്തമായി ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മൾ ആക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ബൈബിൾ വായിക്കുവാണെങ്കിൽ ആദ്യ ഉൽപ്പത്തി പുസ്തകം മുതൽ ഹല്ലേലൂയ വെളിപ്പാട് വരെയും ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ നമ്മൾ ചിലത് കാണുന്നു. അവരൊക്കെ വ്യത്യസ്തമാണ് ചെയ്തത്. അവർ ആരുടെയും കോപ്പി പേസ്റ്റ് അല്ല ചെയ്യുന്നത്. ഇന്നത്തെ കാലത്തെ ഹല്ലേലൂയ എല്ലാം കോപ്പി പേസ്റ്റ് ആണല്ലോ നമ്മൾ ചെയ്യാറുള്ളത്. ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. ദൈവം നമുക്ക് ഓരോരുത്തർക്ക് ഓരോ താലന്തുകൾ തന്നിട്ടുണ്ട്. നമ്മുടെ തലമുറകൾക്ക് ദൈവം താലന്തുകൾ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം വിശ്വസിക്കേ, ദൈവസനിൽ നമ്മൾ വ്യത്യസ്തമായി കരയുന്നുവെങ്കിൽ, എല്ലാരും കരയുന്ന പോലെ കരയുവാനല്ല, നമ്മൾ വ്യത്യസ്തമായി കരയുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം ചിലത് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ചെയ്യുമെന്ന് ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം, മോശ ഇസ്രായേലിന്റെ വലിയ ലീഡറായി തീരുവാൻ കാരണം, നമ്മളെല്ലാവരും മോശയെ കുറിച്ച് ഒത്തിരി പ്രസംഗിക്കാറുണ്ട്. അതിന്റെ കാരണം ഒന്ന് മാത്രമാണ്, അവന്റെ മാതാവിന്റെയും പിതാവിന്റെയും ദൈവസന്നിധിയിൽ എടുത്ത ചില നിർണയങ്ങൾ. മാതാവും പിതാവും ചേർന്ന് ദൈവസന്നിധിയിൽ എടുക്കുന്ന ചില നിർണയങ്ങളുണ്ടല്ലോ, നമ്മുടെ തലമുറകളുടെ ഹല്ലേലൂയ ഭാവിയെ മാറ്റി എഴുതുമെന്നുള്ള കാര്യം ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയുന്നു. പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട്, ഇന്ന് രാത്രികാലം ഹല്ലേലൂയ കോളേജിലെ പിള്ളേരുടെ ഫീസ് അടയ്ക്കാൻ കഴിയാതെ ഇരുന്ന് കരയുന്ന ദൈവമക്കളെ, ദൈവദാസിമാരെ, കുടുംബമേ, ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ ദൈവം കണ്ടിട്ടുണ്ട് നിന്റെ തലമുറകളുടെ ഭാവി. ഹല്ലേലൂയ. ഒരു അടിമയായിരുന്ന യോക്കേബേദിന്റെയും അമ്രാമിന്റെയും മോനായ മോശയെ കൊട്ടാരത്തിൽ വിട്ട് പഠിപ്പിക്കുവാനുള്ള സകലതും ഒരുക്കിയത്
പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്താണ്, എല്ലാം അസ്തമിച്ച സ്ഥാനത്താണ്. ഒരുപക്ഷെ ഇന്ന് രാത്രികാലം എല്ലാം അസ്തമിച്ചിരിക്കുന്നു തോന്നിയിരിക്കുന്ന അവസരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, സീസണെ കുറിച്ച് വിചാരപ്പെടേണ്ട, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പക്ഷേ സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്തുകൊണ്ട് എനിക്കറിയത്തില്ല, ഇത് പറയുവാൻ ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ കൂടെ ദൈവം ഉണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന യേശു നമ്മുടെ കൂടെ ഉണ്ട്. അവൻ നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല, അവൻ നമ്മളെ ഉപേക്ഷിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വരെയും അവൻ നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ നിത്യതയിൽ എത്തിക്കുന്നവരെയും നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. ഇന്നത്തെ ഹല്ലേലൂയ വചനത്തിന്റെ ധ്യാനത്തിനായി നമുക്കൊരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മലയാളത്തിൽ ആരെങ്കിലും എന്നെ വായിച്ച് സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മലയാളത്തിൽ ആരെങ്കിലും എന്നെ, സിബി സിസ്റ്റർ എന്നെ വായിച്ച് സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാക്കത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. അതിന്റെ 8-ാമത്തെ വാക്യം, എന്നാൽ പരിശുദ്ധാത്മാ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ആമേൻ. ഇനിയും ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 49-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 49-ാമത്തെ വാക്യം കൂടെ. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഈ വായിച്ച വാക്യം നമുക്കെല്ലാം നന്നായിട്ട് അറിയാം. നമ്മൾ പല മെസ്സേജും നമ്മൾ ഇതിൽ നിന്ന് കേട്ടിട്ടുണ്ട്. യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പും ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോഴും യേശു പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ യെരൂശലേമിൽ പാർക്ക്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിങ്ങൾ പ്രാപിക്ക്. ഹല്ലേലൂയ. ഇതാണ് യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞും പറഞ്ഞത്, ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പും പറഞ്ഞത്. ആമേൻ. ഇന്ന് പലപ്പോഴും നമുക്ക് പല കാര്യങ്ങൾ ചെയ്യുവാനുള്ള ശക്തിയുണ്ട്, പക്ഷെ യഥാർത്ഥമായി ദൈവിക കാര്യങ്ങളിൽ ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ആ സ്വർഗത്തിലെ ശക്തി തന്നെ വേണം കേട്ടോ. ആമേൻ. ആ സ്വർഗത്തിലെ ശക്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ആളുമാറിയവരെ പോലെ ആകും. യേശു ക്രിസ്തു 40 ദിവസം ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ശിഷ്യന്മാർക്കും പല മനുഷ്യർക്കും അവൻ പ്രത്യക്ഷപ്പെട്ടു. പലരോടും അവൻ ഉപദേശിച്ചു, പല കാര്യങ്ങളും ദൈവരാജ്യത്തെക്കുറിച്ചും അവൻ പറഞ്ഞു. അതിന്റെ 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്കത് വായിക്കുവാൻ കഴിയുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവരോട് പറഞ്ഞത്, നിങ്ങൾ യെരൂശലേമിനെ വിടരുത്. യെരൂശലേമിനെ വിടരുതെന്ന് പറയുന്നതിന്റെ ഒരു കാര്യമുണ്ടെന്ന്. കാര്യം ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തിയാകണം. അതിന്റെ 4-ാമത്തെ വാക്യം കൂടെ ഒന്നും കൂടെ മലയാളത്തിൽ വായിക്കണം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ആമേൻ. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് പോകരുത്. ചില വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. ആ വാഗ്ദത്തം എന്തെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളിൽ വരും. ആമേൻ. അവർ യേശുവിന്റെ ശിഷ്യന്മാർ അത് ഇഗ്നോർ ചെയ്തില്ല. ദൈവത്തിന്റെ ആത്മാവ് ദൈവവചനത്തിൽ കൂടെയും ദൈവദാസന്മാരിൽ കൂടെയും പ്രാർത്ഥനയിൽ കൂടെയും പ്രവചനത്തിൽ കൂടെയും നമ്മളോട് ചിലത് പറയുമ്പോൾ നമ്മളത് നിസ്സാരമായി എടുക്കരുത്. ചില അസാധാരണമായ ദൈവിക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തെയും പറയുന്ന വാഗ്ദത്തങ്ങളെയും നമ്മൾ വിശ്വസിക്കണം. സ്വർഗത്തിൽ എടുത്ത് യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം കഴിഞ്ഞ ശേഷം
ശിഷ്യന്മാരും ഹല്ലേലൂയ ചില ജനങ്ങളും മർക്കോസിന്റെ മാളികയിൽ അവർ കാത്തിരുന്നു. 120 പേർ. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? പിതാവ് പറഞ്ഞ വാഗ്ദത്തം അവരുടെ ജീവിതത്തിൽ നിറവേറുവാൻ വേണ്ടി. ഹല്ലേലൂയ. ദൈവം നമ്മളോട് കാത്തിരിക്കുവാൻ പറയുമ്പോൾ ഇരുന്നോണം, പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. ദൈവം നമ്മളോട് ചിലത് ചെയ്യുവാൻ പറയുമ്പോൾ അന്നേരം ചെയ്തില്ല എങ്കിൽ ചിലത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടും. ചില അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. അതെപ്പോഴാണോ നമുക്ക് ലഭിക്കണമെന്ന് അറിയാമോ? നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചു കഴിയുമ്പോൾ. ഹല്ലേലൂയ. അവർ 120 പേരും ശിഷ്യന്മാരും ഉണ്ട് അതിനകത്ത്. അവർ ദൈവസനിൽ കാത്തിരുന്നു. ആ പെന്തക്കോസ്ത് നാളിൽ ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് അഗ്നിയുടെ അഭിഷേകം, ആത്മാവിന്റെ ശക്തി അവരുടെ ജീവിതത്തിലേക്ക്, ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും വന്നു. ഹല്ലേലൂയ. ഇന്ന് ഡിവൈസിൽ 33 പേരുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഈ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ എത്ര പേരാണ് ആഗ്രഹിക്കുന്നത്, കർത്താവേ ആത്മാവിന്റെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണേ. ഒരുപക്ഷെ നമ്മളെല്ലാവരും ആത്മാവിൽ ആരാധിക്കുന്നവരാണ്, നമ്മളെല്ലാവരും അന്യഭാഷ പ്രാപിച്ചവരാണ്. പക്ഷെ ഇത്രത്തോളം നമ്മൾ പ്രാപിച്ചതല്ല. ഇനിയും എനിക്കൊരു പുതിയ ശക്തി വേണപ്പ. ഹല്ലേലൂയ. ആ പുതിയ അനുഗ്രഹം എനിക്ക് വേണപ്പ. ഹല്ലേലൂയ. ആ അനോയിന്റിങ്ങിനെ നീ ഒന്ന് റിന്യൂ ചെയ്. ഹല്ലേലൂയ. അനോയിന്റിങ്ങിനെ നീ ഒന്ന് റിന്യൂ ചെയ്. ഹല്ലേലൂയ. ആ വാഗ്ദത്തെ കർത്താവേ നീ അഗ്രിമെന്റിനെ ഒന്ന് റിന്യൂ ചെയ്. നമ്മൾ അഗ്രിമെന്റ് ഒക്കെ റിന്യൂ ചെയ്യാറില്ലേ? ഇന്ന് ദൈവത്തോട് പറ, കർത്താവേ ഇത്രയും നാളും ഞാൻ ഹല്ലേലൂയ പ്രാപിച്ച അഭിഷേകം കൊണ്ട് എനിക്ക് പോരാ, എന്റെ അഭിഷേകത്തെ നീ ഒന്ന് റിന്യൂ ചെയ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മൾ ദൈവത്തോട് ഹല്ലേലൂയ ആഗ്രഹത്തോടു കൂടിയാണെങ്കിൽ പറയുന്നുവെങ്കിൽ ദൈവം അത് ചെയ്യുവാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് ഹല്ലേലൂയ ആ ആത്മാവിന്റെ ശക്തിയെ നമ്മൾ പുതുക്കിയെടുക്കുകയാണെങ്കിൽ ചില പുതിയ നന്മകൾ ഇതുവരെയും ലോകം കാണാത്തത് നിന്റെ തലമുറകൾ കൂടെയും നിന്നിൽ കൂടെയും ദൈവം ഹല്ലേലൂയ അവിടെ ചെയ്യുമെന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ ഈ 120 പേരുടെ കൂട്ടത്തിൽ പത്രോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമുണ്ട്, യേശുവിന്റെ ശിഷ്യൻ. 3 പ്രാവശ്യമാണ് യേശുവിനെ തള്ളിപ്പറഞ്ഞത്. ആമേൻ. 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. എനിക്ക് ആ വാക്കുകൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 54 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയും. ഒരു ബാല്യക്കാരത്തി അവനോട് പറയുകയാണ്, ഹല്ലേലൂയ ഇവനും യേശുവിന്റെ കൂടെയുള്ളവൻ അല്ലായിരുന്നോ? ഇവനും അവനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. അന്നേരം അവൻ പറയുകയാണ്, അല്ല, ഞാനല്ല, എനിക്കറിയത്തില്ല, മറ്റുള്ളവർ അവനെ കണ്ടു. അന്നേരം പത്രോസ് പറയാണ്, മനുഷ്യ ഞാൻ അവനെ അറിയുന്ന പോലുമില്ല. അന്നേരം വേറൊരുത്തൻ പറയുകയാണ്, ഇവനും അവനോട് കൂടി അല്ലായിരുന്നോ? മനുഷ്യ നീ പറയുന്നത് എനിക്ക് എന്താണെന്ന് അറിയത്ത പോലുമില്ല. ആമേൻ. ആ 3 പ്രാവശ്യം 3 തരത്തിലുള്ള റിപ്ലൈ ആണ് കൊടുക്കുന്നത്. അവസാനത്തെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. മനുഷ്യ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല. ആമേൻ. പലപ്പോഴും നമ്മൾ ഇങ്ങനല്ലേ, എന്താ കർത്താവേ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. യേശുവിനോട് കൂടെ നടന്നിട്ടും വചനം കേട്ടിട്ടും ഹല്ലേലൂയ അത്ഭുതങ്ങൾ കണ്ടിട്ടും അപ്പം കഴിച്ചിട്ടും ഹല്ലേലൂയ വെള്ളത്തിന്മീതെ നടന്നിട്ടും അവസാനം പറയുകയാണ്, ഹല്ലേലൂയ എനിക്ക് ആ മനുഷ്യനെ അറിയത്ത പോലുമില്ല. ഹല്ലേലൂയ. അതിനൊരു മാറ്റം വരണമെങ്കിൽ ദൈവത്തിന് ഇരുന്നേ പറ്റൂ. ആമേൻ. ആ യേശു തന്നെയാണ് ഹല്ലേലൂയ മരിച്ച് അടക്കപ്പെട്ട് ഹല്ലേലൂയ ക്രൂശിക്കപ്പെട്ട് അടക്കപ്പെട്ട സമയം കഴിഞ്ഞ ശേഷം ഈ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു അവരുടെ തന്നെ എടുത്തു വരുന്നു. യോഹന്നാന്റെ സുവിശേഷം നല്ല യേശു ആണെന്ന് ഇവർ അറിഞ്ഞില്ല അല്ലെ. യേശുവിനോട് ചോദിക്കുകയാണ്, ഈ പത്രോസിനോട് തന്നെ ചോദിക്കുകയാണ്, ഈ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന്. അന്നേരം അവർ പറയാ ഒന്നും ഇല്ല. പിന്നെ പത്രോസ് അറിഞ്ഞത് യേശു ആണെന്ന് അറിഞ്ഞ് എടുത്തൊരു ചാട്ടം വെള്ളത്തിൽ. ആമേൻ. പിന്നെ അവൻ എക്സൈറ്റഡ് ആയി കേട്ടോ. യേശുവിനെ കാണുമ്പോൾ മാത്രം എക്സൈറ്റഡ് ആകുന്ന കുറെ ആൾക്കാരുണ്ട്. സൂം മീറ്റിംഗിൽ ഭയങ്കര എക്സൈറ്റഡ്, ചർച്ചിൽ ചെല്ലുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ്, ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാനുള്ള ധൈര്യം നമുക്കില്ലല്ലേ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നമ്മൾ എത്ര മീറ്റിംഗ് കൂടുന്നതിലും എത്ര പ്രാർത്ഥന കൂടുന്നതിലുമല്ല, നമ്മൾ ദൈവത്തിന്റെ സാക്ഷിയാകുന്നതിലാണ് ദൈവം നമ്മളിൽ കൂടെ പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. യേശു ഹല്ലേലൂയ when he was given the great commandment,
പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തെല്ലാവരും പോയി സുവിശേഷം പറയുവിൻ. ഹല്ലേലൂയ. അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എന്താക്കണം? ശിഷ്യരാക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ യേശുവിനെ അറിഞ്ഞവർ, നമ്മളെല്ലാം യേശുവിന്റെ ശിഷ്യരാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് എക്സൈറ്റ്മെന്റ് വരുന്ന എപ്പോഴാണെന്ന് അറിയാമോ? ഉപവാസ പ്രാർത്ഥനയിലും സൺഡേയിലും ഹല്ലേലൂയ പ്രവാചകന്മാരും പ്രവാചികമാരും വരുമ്പോഴേ ഉള്ള എക്സൈറ്റ്മെന്റ്. അത് കഴിഞ്ഞ് നമ്മൾ യേശുവിനെ നിസ്സാരമെന്ന് തള്ളിപ്പറയാറുണ്ട്. അതുകൊണ്ടാണ് പല പ്രവർത്തികളും നമ്മൾ കാണാത്തത്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ആ പ്രവൃത്തി കാണണമെങ്കിൽ ഹല്ലേലൂയ, പത്രോസേ നീ ഇരുന്നേ പറ്റൂ. ഇത്രയും നാളും നീ വല കൊണ്ടോടിയില്ലേ? യേശു അവനോടാണ് പറഞ്ഞത്, ഞാൻ നിന്നെ ഇനി മനുഷ്യനെ പിടിക്കുന്നവനാക്കി തീർക്കും. അത് ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ആമേൻ, ആമേൻ. യേശു പറഞ്ഞതുപോലെ അവർ അനുസരിച്ചു. യെരൂശലേമിൽ അവർ കാത്തിരുന്നു. ഇന്ന് രാത്രികാലം യേശു നമ്മളോട് എന്തു പറയുന്നു അത് നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ ചിലത് നമുക്ക് വ്യത്യസ്തമായി ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ ഇരുന്ന 120 പേരുടെ മേലും ആ ദൈവത്തിന്റെ ആത്മാവ് വന്നു. അതിലൊരു വ്യക്തിയായിരുന്നു പത്രോസ്. 3 പേരുടെ മുമ്പിൽ യേശുവിനെ തള്ളി പറഞ്ഞ വ്യക്തി. ആമേൻ. പേടിച്ച് ഹല്ലേലൂയ അവൻ തള്ളി പറഞ്ഞു. നമ്മളും ജീവിതത്തിൽ ഭയം വരുമ്പോൾ നമ്മളും പലപ്പോഴും തള്ളി പറയാറില്ലേ? യേശു പറയുന്നു, നീ ആ ശക്തി പ്രാപിക്ക്. ഹല്ലേലൂയ. വാളിന്റെ മുമ്പിൽ നിൽക്കുവാനുള്ള ശക്തി ഞാൻ നിനക്ക് തരും. ഹല്ലേലൂയ. ആ പത്രോസിന് യാക്കോബും മറ്റു ശിഷ്യന്മാരും യേശുവിന്റെ സന്നിധിയിലിരുന്ന് ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചപ്പോൾ അവരിൽ കൂടെ ദൈവം ചെയ്തത് ഹല്ലേലൂയ നമുക്ക് പ്രവർത്തികളുടെ പുസ്തകത്തിൽ വായിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. പ്രവർത്തികളുടെ പുസ്തകം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും. പക്ഷെ പ്രവർത്തികളുടെ പുസ്തകത്തിൽ ശിഷ്യന്മാർ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ വായിക്കുവാൻ കാരണം എന്താണെന്നറിയാമോ? അവർ യേശു പറഞ്ഞത് അനുസരിച്ചു. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ദൈവം നമ്മളിൽ കൂടെ ചില പ്രവൃത്തികൾ ചെയ്യണമെങ്കിൽ യേശു പറയുന്നത് നമ്മൾ അനുസരിച്ചേ മതിയാകൂ. അവൻ തരുന്ന ശക്തി ലോകം തരുന്ന ശക്തിയല്ല. അവന്റെ ആത്മാവ് ലോകത്തിന്റെ ആത്മാവല്ല. അവൻ നമ്മൾ മേൽ പകർത്തിക്കുന്ന ശക്തി ദൈവശക്തിയും നമ്മൾ മേലുള്ള ആത്മാവ് ദൈവത്തിന്റെ ആത്മാവുമാണ്. ഹല്ലേലൂയ. അവൻ നമുക്ക് നിത്യരക്ഷയും നിത്യജീവനും നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം നമുക്ക് 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് നമുക്ക് വായിക്കുവാൻ കഴിയും. ആരെങ്കിലും ആ വാക്യങ്ങളൊന്ന് വായിച്ചു തരണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. ആദ്യം ദൈവം ആകാശം സൃഷ്ടിച്ചു. ഭൂമി പാഴായി ശൂന്യമായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. പക്ഷെ അവിടെ എന്തുണ്ടായിരുന്നു? ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, നമ്മുടെ ശൂന്യമായിരിക്കുന്ന അവസ്ഥയിലും ശൂന്യമായിരിക്കുന്ന സാഹചര്യത്തിലും നമ്മൾ ഓർക്കും ഹല്ലേലൂയ എല്ലാം ഇരുണ്ടാണല്ലോ, അവിടെയും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിന്റെ അടുത്ത വാക്യം കൂടെ ഒന്ന് സിസ്റ്ററെ വായിച്ചേ. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. എല്ലാം പാഴും ശൂന്യമാണ്. പക്ഷെ ദൈവം കൽപ്പിച്ചു എന്തുണ്ടാകട്ടെ? വെളിച്ചമുണ്ടാകട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ക്രിയ ചെയ്യുമ്പോൾ ശൂന്യമായിരിക്കുന്ന അവസ്ഥയെ മാറ്റി ചില വെളിച്ചങ്ങളെ സൃഷ്ടിക്കുന്ന ദൈവം എന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. ദൈവത്തിന്റെ ആത്മാവ് പഴയ നിയമത്തിൽ പ്രവർത്തിച്ച പോലെ തന്നെ പുതിയ നിയമത്തിലും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ഇപ്രകാരം പറയുന്നത്, ഞാൻ നിങ്ങൾക്കൊരു കാര്യസ്ഥനെ തരും. ആ കാര്യസ്ഥൻ ആരാണ്? ഈ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ശൂന്യമായി കിടക്കുന്നതും പാഴായി കിടക്കുന്നതും മാറിപ്പോകും. ചില വെളിച്ചങ്ങൾ, ഇരുട്ടിന്റെ മീതെ ചില വെളിച്ചങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഏറ്റെടുത്തോ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ആ അഗ്നി, ആ ജ്വാല അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഹല്ലേലൂയ ആർക്കെങ്കിലും സിബി സിസ്റ്റർ തന്നെ വായിക്കൂ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം, 3-4 വാക്യങ്ങൾ.
അവർ അഗ്നിജ്വാല പോലെ പിടർന്നിരിക്കുന്ന നാവുകളൊക്കെ പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാ നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. ആമേൻ. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയ പോലെ അവർ അന്യഭാഷയിൽ സംസാരിച്ചു. ഹല്ലേലൂയ. ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയേക്കുന്ന എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഹോളി സ്പിരിറ്റ് and they were all filled with the Holy Spirit and began to speak in other tongues as the Spirit gave them utterance. Hallelujah. ദൈവമാണ് അവർക്ക് പറയുവാനുള്ള ആ വാക്കുകൾ കൊടുത്തത്. ഹല്ലേലൂയ. ഒരു പക്ഷേ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പറയുവാനുള്ള വാക്കുകളില്ലായിരിക്കാം, എഴുതുവാനുള്ള ഇതില്ലായിരിക്കാം, കോൺഫിഡൻസ് ഇല്ലായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ ദൈവം നമുക്ക് പറയുവാനും ചെയ്യുവാനും നിൽക്കുവാനുമുള്ള കൃപകളും ശക്തികളും ജ്ഞാനവും ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. നമുക്ക് കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം പിന്നെ വായിച്ചാൽ മതി, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൊരിന്ത്യ ലേഖനത്തിനും ഹല്ലേലൂയ യേശയ്യാപ്രവചനത്തിന്റെ പുസ്തകത്തിലും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നമുക്ക് പല കാര്യങ്ങളാണ് ചെയ്യുവാനുള്ള കൃപ തരുന്നത്. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് ശിഷ്യന്മാരിലും ആ 120 പേരിലും വന്നപ്പോൾ ദൈവമാണ് അവർക്ക് പറയുവാനുള്ള ആ എബിലിറ്റി കൊടുത്തത്. ആമേൻ. അവർക്ക് ആ പറയുവാനുള്ള ആ ക്വാളിറ്റിയും ആ എബിലിറ്റിയും കൊടുത്ത ദൈവം ഇന്ന് രാത്രികാലം നമ്മോട് കൂടെയുണ്ട് കേട്ടോ. ഏത് സാഹചര്യത്തിലും നിൽക്കുവാനും ഹല്ലേലൂയ, ഏത് സാഹചര്യത്തിലും ഹല്ലേലൂയ നമ്മളോട് ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും ഹല്ലേലൂയ നമ്മളുടെ തലമുറകൾക്ക് ആ ക്വാളിറ്റി ഇല്ലല്ലോ, നമ്മുടെ തലമുറകൾക്ക് മറ്റുള്ളവരെ പോലെ ഒരു പക്ഷേ എബിലിറ്റി ഇല്ലല്ലോ. അയ്യോ, ദൈവമാണ് തരുന്നത് കേട്ടോ. ദൈവം. ആമേൻ. ദൈവത്തിന്റെ ആത്മാവാൽ അവർ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്യഭാഷകളിൽ പറയുവാനുള്ള ആ ശക്തി ദൈവം അവർക്ക് കൊടുത്തു, ആ ബുദ്ധി ദൈവം അവർക്ക് കൊടുത്തു. ഹല്ലേലൂയ. നമുക്കറിയാം, അതിന്റെ താഴത്തെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പത്രോസ് അവരുടെ മുമ്പിൽ എണ്ണീറ്റ് നിന്നു. ഹല്ലേലൂയ. ആരുടെ മുമ്പിൽ? ആയിരക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ. ആയിരക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ ആ ഒറ്റ ദിവസം ആ എണ്ണീറ്റ് നിന്നു. എന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ പുതിയ ശക്തി പ്രാപിച്ചപ്പോൾ ഹല്ലേലൂയ വിറച്ച് പേടിച്ച് യേശുവിനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞവനായ പത്രോസ് ഉണ്ടല്ലോ, അവൻ എണ്ണിച്ചു നിന്നിട്ട് ആ യേശുവിന്റെ സുവിശേഷം പറയുന്നു. പത്രോസ് യോവേൽ പ്രവചനം കോട്ട് ചെയ്യുന്നു. ഹല്ലേലൂയ. അന്ന് 3000 പേര് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി വരുമ്പോൾ ഹല്ലേലൂയ അവൻ നമ്മളുടെ രൂപത്തെ മാറ്റും, നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ മാറ്റും, നമ്മുടെ നാവിന്മേൽ അവൻ പറയാനുള്ള വാക്കുകൾ തരും, നമ്മുടെ ഭയത്തെ അവൻ മാറ്റും. ഹല്ലേലൂയ. നമ്മുടെ തലമുറകളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിര്. ഇന്ന് രാത്രികാലം ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? IELTS പാസ്സാകാതെ ഇരിക്കുന്ന തലമുറകളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി പ്രാപിക്ക്. ദൈവം പറയാനുള്ളതും എഴുതുവാനുള്ളതും ഹല്ലേലൂയ കേൾക്കുവാനുള്ളതും ഹല്ലേലൂയ ദൈവം അവിടുന്ന് തരും കേട്ടോ. ആ ജ്ഞാനം ദൈവമാണ് തരുന്നത്. ആ പത്രോസ് തന്നെ അതിന്റെ താഴത്തെ വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. ആൾക്കാർ ഇപ്രകാരം പറയുന്നു, ഇവൻ ഒരു പഠിപ്പും ഇല്ലാത്തവനല്ലയോ? അവനെ കുറിച്ച് പറയുന്നുണ്ട്, ഇവൻ ഗലീലക്കാരല്ലയോ? ആമേൻ. ജനങ്ങൾ പറയും, ഇത് ഹല്ലേലൂയ സെലിന്റെ മോനല്ലയോ? ഹല്ലേലൂയ ഇത് വത്സല സിസ്റ്ററിന്റെ ഹല്ലേലൂയ തലമുറകളല്ലയോ? അങ്ങനെ പറയിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം എഴുതി വെച്ചോ. അത് എഴുതി വെക്കണമെങ്കിൽ അതിനു മുമ്പ് ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഞാനും നീയും എന്റെ കുടുംബവുമായിട്ട് അനുഭവിക്കണം. ആമേൻ. ഹല്ലേലൂയ. ദൈവം ആർക്കും കടക്കാരനല്ല കേട്ടോ. നമ്മൾ എപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്താണെന്നറിയാമോ? നമ്മുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യും. ദൈവം പറയുന്നത് വി ആർ നോട്ട് there to compare each other. നമ്മളെ തന്നെ മറ്റുള്ളവരിൽ വെച്ച് കമ്പയർ ചെയ്യുവാനല്ല. യു ആർ ക്രിയേറ്റഡ് യൂണിക്ലി. നീ മറ്റുള്ളവരെ പോലെയല്ല നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. നിന്നെ ഞാൻ വ്യത്യസ്തമായാണ്.
നിന്നിൽ ചിലത് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ ചെയ്യുന്നത് പോലല്ല, ചില വ്യത്യസ്തമായ കാര്യങ്ങളാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. അത് ഏറ്റെടുക്ക്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ എപ്പോഴും കൂട്ടത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നത് അല്ലേ? കൂട്ടത്തിൽ പോകുന്ന നല്ല കാര്യം, കൂട്ടമായി പാട്ട് പാടുന്നതും പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും എല്ലാം നല്ല കാര്യമായി. പക്ഷെ വ്യക്തിപരമായി ചിലത് പ്രാപിക്കണമെങ്കിൽ വ്യക്തിപരമായി തന്നെ ദൈവസന്നിധിയിൽ ഇരിക്കണം കേട്ടോ. ആമേൻ. അന്നേരമാണ് വ്യക്തിപരമായി വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമുക്ക് ഹല്ലേലൂയ കൃപ തരുന്നത്. വ്യക്തിപരമായി നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ വ്യത്യസ്തമായി ലോകം കാണാത്തത് ചില നമ്മൾ നമ്മുടെ തലമുറകളിൽ കൂടെ കാണും. ഹല്ലേലൂയ. ഒരു പക്ഷേ ഒന്നുമില്ലായിരിക്കാം, എല്ലാ വാതിലും അടഞ്ഞെന്ന് തോന്നുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി സ്വർഗീയ വഴികളെ ഒരുക്കും. ആമേൻ. സ്വർഗീയ വഴികള് നമ്മൾ എപ്പോഴും നമ്മുടെ കഴിവിലും നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ പണത്തിലും നമ്മുടെ എല്ലാറ്റിലും കുടുംബശ്രേഷ്ഠതയിലും നമ്മൾ ആശ്രയിച്ച് ചിലത് നമ്മൾ സ്റ്റെപ്പ് വെക്കാറില്ലേ? അവിടെ ദൈവം ഒരു ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോ എല്ലാം ഇല്ലാതാകും അല്ലേ? ആമേൻ. ഞാനൊരു ചെറിയ സാക്ഷ്യം പറയാം. ഞാൻ വേൾഡ് വിഷൻ എന്ന് പറയുന്ന പലർക്കും അറിയാം സ്ഥാപനം. അതിനകത്ത് 24 വർഷം ഞാൻ ജോലി ചെയ്തു. 24 വർഷം ഞാൻ വേൾഡ് വിഷൻ ഇന്ത്യയുടെ കൺട്രിയുടെ ജെൻഡർ അഡ്വൈസർ ആയിരുന്നു. ഞാൻ ജെൻഡർ അഡ്വൈസർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു 24 വർഷം. ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് എൻ്റെ ഓർഗനൈസേഷനിൽ. ഇതൊരിക്കലും അടയത്തില്ല, 60 വയസ്സ് വരെ ഞാൻ ജോലി ചെയ്യും, തലമുറകൾക്കുള്ള എല്ലാം സെറ്റ്. നമുക്കൊരിതില്ലേ, നമ്മൾ എന്തിലേലും ആശ്രയിച്ചു കഴിയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് മൊത്തം അതിലായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുകയാണ് ഇത് പറയാൻ. നമ്മളുടെ പണത്തിലും നമ്മുടെ ജോലി കാര്യത്തിലും നമ്മുടെ പൊസിഷനിലും ആമേൻ നമ്മൾ പലപ്പോഴും അഹങ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെ ദൈവത്തെക്കാൾ ഉപരിയായി ആശ്രയം വെക്കുമ്പോൾ ദൈവം അത് തുടച്ചു മാറ്റും കേട്ടോ. ദൈവം അത് തുടച്ചു മാറ്റും. എന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2022 പാസ്റ്റർ മാതാവ് മരിച്ചുപോയി ഓഗസ്റ്റ് 1-ാം തീയതി. അങ്ങനെ ഞങ്ങൾ കേരളത്തിൽ ചെന്നു. ആ സമയത്ത് ഞങ്ങളുടെ രണ്ടാമത്തെ പൈതൽ, അവന്റെ 12th കഴിഞ്ഞ് അവന് പല കോളേജുകളിലും ഇന്ത്യയിൽ തന്നെ അഡ്മിഷൻ കിട്ടി. അന്നേരം പറഞ്ഞു ഇവന് വേണ്ടി ഒന്ന് ആസ്ട്രേലിയ ട്രൈ ചെയ്യാൻ പറഞ്ഞു. ട്രൈ ചെയ്യാൻ അവനൊരു IELTS ഒക്കെ എഴുതിപ്പിച്ച് പാസ്റ്റർ ചേട്ടനൊക്കെ ആസ്ട്രേലിയയിലുണ്ട്. ആസ്ട്രേലിയയിലോ ദൈവം അയക്കുന്നിടത്ത് തലമുറകളെ അയക്കട്ടെ. ഇന്ത്യയിൽ പഠിക്കാനാണെങ്കിൽ അത് ദൈവം എല്ലാം ചെയ്യും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. ഞാൻ പറഞ്ഞു ഓക്കെ എല്ലാം ഉണ്ടല്ലോ, എന്താണ് സാലറി സർട്ടിഫിക്കറ്റ് കാണിക്കാം, റിട്ടേൺ ഫയൽ ചെയ്ത് കാണിപ്പിക്കാം, ഇതെല്ലാം കാണിക്കാം എന്നുള്ള എല്ലാ പേപ്പറും സബ്മിറ്റ് ചെയ്തു. എല്ലാം സബ്മിറ്റ് ചെയ്ത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലെല്ലാം സബ്മിറ്റ് ചെയ്തു. സെപ്റ്റംബർ മാസത്തിലോട് എല്ലാ പേപ്പറും സെലക്ട് ചെയ്തു. ഇവൻ IELTS ഒറ്റ എഴുത്തും കൊണ്ട് PTE ക്ലിയർ ചെയ്തു. ഓസ്ട്രേലിയയിലെ ഏറ്റവും നല്ലൊരു യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഓസ്ട്രേലിയയിൽ അഡ്മിഷനും കിട്ടി. ഞങ്ങൾ പേയ്മെന്റും അടച്ചു. 9 ലക്ഷം രൂപ പേയ്മെന്റും അടച്ചു. ഫീസ് ഫസ്റ്റ് സെമസ്റ്ററിന്റെ. നവംബർ 22 തീയതി 2022 നവംബർ 9-ാം തീയതിയാണെന്ന് തോന്നുന്നു, ഞങ്ങൾക്കൊരു മെയിൽ വന്നേക്കുന്നു. വേൾഡ് വിഷന്റെ FCRA അക്കൗണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സസ്പെൻഡ് ചെയ്തെന്ന്. എന്ത് ചെയ്തു? സസ്പെൻഡ് ചെയ്തു. ഒരു പൈസ പോലും എടുക്കാൻ പറ്റത്തില്ല, ഒരു പൈസ പോലും വരത്തുമില്ല ഇനി ഗ്ലോബൽ പ്രോജക്റ്റിൽ നിന്ന്. ഇന്ത്യയുടെ സെക്കൻഡ് ലാർജസ്റ്റ് ഓർഗനൈസേഷൻ ആണ്. വേൾഡിൽ 103 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് വേൾഡ് വിഷൻ. പൈതലിന്റെ ഫീസും അടച്ചു, എല്ലാം അടച്ചു. എന്ത് ചെയ്യും? വിസ എടുത്തിട്ടില്ല. ഞാനും പ്രിയ ദൈവദാസനും കൂടി ഇപ്രകാരം പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് വിസയ്ക്ക് കൊടുക്കുന്നതിന് ഇപ്രകാരം പ്രാർത്ഥിക്കും, കർത്താവേ അവന്റെ വിസ എന്ത് ചെയ്യണം? റിജക്റ്റ് ആകണം. വിസ റിജക്റ്റ് ആണെങ്കിൽ 100% ഫീസ് അവർ റീഎംബേഴ്സ്മെന്റ് ചെയ്യും. ഞങ്ങൾ വിസയ്ക്ക് അടച്ചില്ല. കാരണം പൈതൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവന് ഫീസ് പിന്നെ അടയ്ക്കാനുണ്ട്, പല കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, വിദേശത്ത് പഠിക്കുന്ന പൈതങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയാം അതിൻ്റെയുള്ള ചെലവും കാര്യങ്ങളും എല്ലാം. ഞങ്ങൾ ഫീസ് അടച്ചിട്ടില്ല. അവന് ജനുവരി പോവുകയും വേണം. വിസയ്ക്ക് പൈസ അടച്ചില്ല. ഞങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവസാനം വിസ അപ്ലൈ ചെയ്യാതിരുന്നാൽ അത് പൈസ റിഫണ്ടായി കിട്ടത്തില്ല.
ഏജൻസിക്കാരെന്നും ഞങ്ങളെ വിളിക്കും, സർ വിസയ്ക്ക് പേയ്മെന്റ് ചെയ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഡിസംബർ മാസത്തിൽ ഞങ്ങൾ രണ്ടും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. കർത്താവേ, ഇവന്റെ വിസ എന്തെടുക്കണം? റിജക്റ്റ് ആകണം. 45 ദിവസമാണ് ഓസ്ട്രേലിയൻ വിസ മാക്സിമം എടുക്കുന്നത്. മിനിമം 1 to 3 അല്ലെങ്കിൽ 15 ഡേയ്സ് ഒക്കെ എടുക്കും. ദൈവമക്കളെ, ഞങ്ങൾ എന്താ പ്രാർത്ഥിച്ചത്? ഇവന്റെ വിസ റിജക്റ്റ് ആകണേന്ന്. കാരണം എന്താ? ഇത്രയും നാളും ഞങ്ങൾ ഞങ്ങളുടെ പൈതലിന് വേണ്ടി നമ്മുടെ ജോലിയിൽ ആശ്രയിച്ചുകൊണ്ടാണ് അഡ്മിഷൻ എടുത്തത്. ജോലി ശമ്പളം നിന്നു എന്നിനിയും അക്കൗണ്ട് ഓപ്പൺ ആവുമെന്ന് അറിയത്തില്ല ഓർഗനൈസേഷന്റെ. കാരണം പല ഓർഗനൈസേഷന്റെയും അക്കൗണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ക്യാൻസൽ ചെയ്തു. ഞങ്ങളുടെ സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ മുന്നലത്തെ വാതിൽ അടഞ്ഞപ്പോൾ എല്ലാ വിശ്വാസവും മാറിപ്പോയി. ആമേൻ. നമ്മൾ അങ്ങനല്ലേ പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത്. വാതിലുകൾ അടഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഓർക്കും എല്ലാം അടഞ്ഞു. പിന്നെ നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, അവന്റെ വിസ എന്താണ്? റിജക്റ്റ് ആണ്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ കിട്ടണം. കാരണം മുന്നോട്ടുള്ള കാര്യങ്ങൾ നടക്കണം. മൂത്ത പൈതൽ പഠിക്കുന്നുണ്ട് ഇവിടെ തന്നെ. ഡിസംബർ 8-ാം തീയതി വൈകുന്നേരം ഒരു 4 മണിയായപ്പോൾ അവന്റെ ഫീസ് അടച്ചു. ഞങ്ങള് വിസ ഫീസ് അടച്ചു. 40,000 രൂപ സ്റ്റുഡൻസ് വിസ. അന്നേരത്തേനും ഓസ്ട്രേലിയയില് 9 മണിയൊക്കെ കഴിഞ്ഞാണ്. ഓസ്ട്രേലിയൻ എംബസി അന്നേരം വർക്ക് ചെയ്യത്തില്ല. വെളുപ്പിനെ ഞാൻ ഓഫീസിൽ ചെന്നിരുന്നപ്പം എനിക്കൊരു ന്യൂസ് വന്നിരുന്നു. അലൻ അജിയുടെ വിസ അപ്രൂവ്ഡ് ആയിരുന്നു. ഓസ്ട്രേലിയൻ വിസ ഇന്നലെ തന്നെ അവന്റെ വിസ അപ്രൂവ്ഡ് ആയിരുന്നു. ഞങ്ങൾ പൈസ അടച്ച് 1/2 മണിക്കൂറിനുള്ളിൽ അലൻ അജിയുടെ വിസ അപ്രൂവ് ആയിരുന്നു. ആമേൻ. ഹല്ലേലൂയ. അന്നേരം ഞങ്ങൾക്ക് അതിൽ മനസ്സിലായി, ഇത് ദൈവത്തിന്റെ പ്ലാൻ ആണ്. നമ്മൾ ഒരുപക്ഷെ മനുഷ്യനിലും ഈ ലോകത്തിലുമുള്ളതിൽ ആശ്രയിച്ച് നമ്മൾ ചുവട് വെക്കുമ്പോൾ, ചില വഴികൾ അടയുമ്പോൾ നമ്മൾ ഓർക്കും എല്ലാം അടഞ്ഞെന്ന്. പക്ഷേ അവന്റെ വിസ ഹാഫ് ആൻ അവർ കൊണ്ട് അല്ലെങ്കിൽ 1/2 ദിവസം കൊണ്ട് അടിച്ചു കിട്ടി ഓസ്ട്രേലിയൻ വിസ. പിന്നെ അവൻ്റെ ഉള്ള കാര്യങ്ങൾക്കെല്ലാം ദൈവം വഴികളെ തുറന്നു. അന്ന് തൊട്ട് സെപ്റ്റംബർ മാസം 2022 തൊട്ട് മെയ് മാസം 19-ാം തീയതി വരെയും ഞങ്ങൾ പൈസ ഇല്ലാതെ വേൾഡ് വിഷൻ ഇന്ത്യ ഇന്ത്യയുടെ പ്രൊജക്റ്റ് കൊണ്ട് ഗ്ലോബൽ പ്രൊജക്റ്റ് ഞങ്ങൾ സ്റ്റാഫുകൾ ജോലി ചെയ്തു. 7-8 മാസം ഞങ്ങൾ സാലറി ഇല്ലാതെ വർക്ക് ചെയ്തു. മെയ് 2023 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഞങ്ങളുടെ FCRA ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു മാർഗവുമില്ല. ഏകദേശം 2000-നടുത്തോളം സ്റ്റാഫ് ഞങ്ങൾ റിസൈൻ ചെയ്തു. 30 വർഷവും 35 വർഷവും എന്നെ പോലെ 24-22 വർഷം ജോലി ചെയ്ത സ്റ്റാഫുകൾ, ഹല്ലേലൂയ, ഒരു പൈസയും ഇല്ലാതെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആമേൻ. നമ്മൾ എന്തിൽ ആശ്രയിക്കുന്നോ അത് ദൈവം എന്തെടുക്കും? കയ്യോടെ മാറ്റും. എന്തിനാണെന്നറിയാമോ? ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. പൈതൽ ഇന്ന് അവിടെ 2-ാം വർഷമാണ്. ദൈവം അവനെ അത്ഭുതകരമായി നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല ദൈവം അവനെ എങ്ങനെയാ നടത്തുന്നതെന്ന്. ഹല്ലേലൂയ. നമ്മൾ ഓർക്കും നമ്മൾ കാണുന്നതിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, കാണാത്ത കാര്യങ്ങളിൽ വിശ്വസിക്ക്. ഹല്ലേലൂയ. ആ വിശ്വാസമാണ് ഇന്ന് രാത്രികാലം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതെവിടെ നിന്ന് ലഭിക്കുമെന്നറിയാമോ? ആ സ്വർഗത്തിലെ ശക്തി ലഭിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം നമുക്ക് വാക്കുകൾ മാത്രമല്ല, ബുദ്ധിമണ്ഡലത്തെ മാത്രമല്ല തുറക്കുന്നത്, നമ്മുടെ ഭയത്തെ മാത്രമല്ല അവൻ തുറക്കുന്നത്, ചില വഴികളെയും അവൻ നമുക്ക് വേണ്ടി ഒരുക്കുമെന്നുള്ള കാര്യം ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. ആമേൻ. തലമുറകളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്ക്. ദൈവം ചെയ്യുവാനുള്ള ദൈവം ചെയ്യും. ബാക്കി ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുക. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ നമ്മൾ ഹല്ലേലൂയ ഓരോ ചുവടും മുൻപോട്ട് നടക്കുക. ഹല്ലേലൂയ. ഈ പത്രോസ് ഹല്ലേലൂയ അന്ന് എണ്ണിച്ച് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ധൈര്യത്തോടെയാണ് പറയുന്നത്. ഇന്ന് ധൈര്യമില്ലാത്തവർക്ക്, നമ്മൾ ഭയമുള്ളവര്, ഭീരുക്കളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആത്മാവിന്റെ ശക്തി പ്രാപിക്ക്. നമ്മളുടെ രൂപത്തെയും നമ്മുടെ എല്ലാ ജീവിതത്തെയും മാറ്റിമറിക്കുന്നതാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 3-ാം അധ്യായത്തിൽ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം, ഹല്ലേലൂയ, അവർ ആ ആരാധനാലയത്തിൽ പള്ളിയിൽ കടന്നു പോയപ്പോൾ ഹല്ലേലൂയ അവിടെ ഒരു മുടന്തനായ വ്യക്തി ഇരിപ്പുണ്ടായിരുന്നു. അവൻ പറയുകയാണ്, ഭിക്ഷ അയക്കുമ്പോൾ പത്രോസ് പറയാണ്, വെള്ളിയും പൊന്നും ഒന്നും
എന്റെ കയ്യിൽ ഇല്ല. എന്റെ കയ്യിൽ ഉള്ളത് എന്താണ്? യേശുവിന്റെ നാമം. ഹല്ലേലൂയ. ഈ പത്രോസിനോടൊക്കെയാണ് യേശു ചോദിച്ചത്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? ഇങ്ങനെ എന്താ പറഞ്ഞത്? ഒന്നുമില്ല എന്ന്. ആ പത്രോസ് ഒക്കെ തന്നെ ഇപ്പം പറയുവാണ്, പത്രോസ് തന്നെ പറയുവാണ്, വെള്ളിയും പൊന്നും എന്റെ കയ്യിലില്ല, പക്ഷെ എന്റെ കയ്യിൽ ഒന്നുണ്ട്, വെള്ളിയെയും പൊന്നിനെക്കാട്ടിലും വില കൂടിയ ഒന്ന്, അതാണ് യേശുവിന്റെ നാമം. ആ നാമത്തിനുള്ളിൽ എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഒരുപക്ഷെ നമ്മൾ ദൈവസന്നിധിയിൽ പറഞ്ഞു കാണാം, കർത്താവേ എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന്. ആ പത്രോസും കൂട്ടരുമാണ് പറഞ്ഞത്, യേശുവേ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങൾ ഇത്ര നാളും അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നുമില്ല, ഇത്ര നാൾ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഒന്നുമില്ല, വിദേശത്ത് ജോലി ചെയ്തിട്ട് ഒന്നുമില്ല, എല്ലാം ശൂന്യമായിരിക്കുന്ന വലയാണ്. ഒരുപക്ഷെ ഇന്ന് രാത്രികാലം നിങ്ങളുടെ കയ്യിൽ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ആത്മാവിന്റെ ബലവും പ്രാപിച്ചോ, നമ്മുടെ വലകളെ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എല്ലാ നാമത്തെക്കാളിലും മേലായ നാമം, അവന്റെ നാമമാണ് യേശുവിന്റെ നാമം. ആ നാമം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ മുടന്തർ സൗഖ്യമാകും. ഹല്ലേലൂയ. ഭാഷാപരമില്ലാത്തവർക്ക് ജ്ഞാനം കൊടുക്കും. ഹല്ലേലൂയ. പഠിപ്പില്ലാത്തവർക്ക് അവൻ ബുദ്ധി ജ്ഞാനവും കൊടുത്ത്, ഹല്ലേലൂയ, അച്ഛനെ ലേഖനങ്ങൾ എഴുതുവാനുള്ള കൃപ ആർക്ക് കൊടുത്തു? പത്രോസിന് കൊടുത്തു. ഇതെവിടെ നിന്നാണ് ലഭിച്ചത്? ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ പാർത്ത് ദൈവത്തിന്റെ ആത്മാവ്, പിതാവിൽ നിന്നുള്ള ശക്തി നിങ്ങൾ പ്രാപിക്കുക. ഹല്ലേലൂയ. പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മൾ പ്രാപിക്കാത്ത കാരണം, ദൈവത്തിന്റെ ഹല്ലേലൂയ ശക്തി നമ്മൾ ഹല്ലേലൂയ എപ്രകാരം ആയിത്തീരണോ അപ്രകാരം നമ്മൾ ആയിത്തീരാത്തത് കൊണ്ടാണ് എപ്പോഴും എല്ലാം പാഴിയും ശൂന്യമായി നമുക്ക് തോന്നുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിന്റെ ഹല്ലേലൂയ പ്രവൃത്തി ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണണമെങ്കിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് അവിടെ നമുക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മൾ മേൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ രൂപം മാറും, നമ്മുടെ വാക്കുകൾ മാറും, നമ്മുടെ ഭയം മാറും. ഹല്ലേലൂയ. നമ്മൾ പിന്നെ പറയുന്നത് എന്താണെന്നറിയാമോ? എല്ലാ നാമത്തെക്കാളും മേലായ നാമം യേശുവിന്റെ നാമം എന്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലായിരിക്കാം, വെള്ളിയും പൊന്നും ഒന്നുമില്ലായിരിക്കാം, ആമേൻ, പക്ഷെ അതിനെക്കാട്ടിലും വിലയുള്ളതൊന്നാണ് യേശുവിന്റെ നാമം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഒരു മനുഷ്യൻ സകല ലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കി കളഞ്ഞാൽ അവൻ എന്തോ പ്രയോജനം? കാരണം അവന്റെ ആത്മാവിനെക്കാട്ടിലും വിലയുള്ളതൊന്നുണ്ട്. ഹല്ലേലൂയ. അവന്റെ ആത്മാവിനെക്കാട്ടിലും വിലയുള്ളത് ലോകത്തിൽ ഒന്നുമില്ല. യേശു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ നിത്യജീവൻ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, ഹല്ലേലൂയ, ആ വ്യക്തിയോട്, അമുടന്തനായ വ്യക്തിയോട് പറയുന്നത്, വെള്ളിയും പൊന്നും ഒന്നും എന്റെ കയ്യിലില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഒന്നുമില്ലായിരിക്കാം, യേശുവിനെ പിടിച്ചു, യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ ആക്കിക്കൊണ്ടു. അവൻ നമ്മളെ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മളെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യങ്ങൾ നമ്മളെ ചെയ്യുവാൻ സഹായിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഒരുപക്ഷെ നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ പുച്ഛിച്ച് തള്ളുന്നവരുണ്ടായിരിക്കാം. ഹല്ലേലൂയ. ആ യേശു നിങ്ങളോട് പറയുകയാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്. കഴിവ് തരുന്നവനും ബുദ്ധി തരുന്നവനും ബലം തരുന്നവനും ഭയത്തെ മാറ്റുന്നവനും ഒരുവനേ ഉള്ളൂ, അതാണ് നസ്രനായ യേശു. ആ യേശുവിന്റെ നാമത്തെക്കാൾ വേറൊരു നാമം ഇന്ന് രാത്രികാലമില്ല. ഹല്ലേലൂയ. ഈ ഓഗസ്റ്റ് മാസം 6-ാം ദിവസത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, അവൻ നമ്മൾ ചില സൃഷ്ടിപ്പ് നടത്തണമെങ്കിൽ ആ സൃഷ്ടാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്ക്, ആ സൃഷ്ടാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക്. ഇതുവരെയും കാണാത്തത് ചില നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണും. ഹല്ലേലൂയ. ആ പത്രോസ് അത് പറഞ്ഞിട്ട് ഹല്ലേലൂയ പിന്നെയും ആ അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു, അന്ന് ഹല്ലേലൂയ 5000 പേരോളം യേശുവിൽ വിശ്വസിച്ചു. ആമേൻ. ഹല്ലേലൂയ. 3 പേരുടെ മുമ്പിൽ ഓടിപ്പോയവനും യേശുവിനെ തള്ളിപ്പറഞ്ഞവനും വലയെടുത്തോണ്ട് പോയവനും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇതാണ് മക്കളെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഹല്ലേലൂയ നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മൾ വ്യത്യസ്തരായിത്തീരും, വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് നമുക്കറിയാമോ, അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ പത്രോസിന്റെ നിഴലടിച്ചിട്ട് ജനങ്ങൾ സൗഖ്യം പ്രാപിക്കുവാൻ വേണ്ടി രോഗികളെ റോഡിലൊക്കെ കൊണ്ടുവരുമായിരുന്നു കേട്ടോ. ആമേൻ. മറ്റുള്ളവരുടെ നിഴൽ കണ്ട് പേടിച്ചു പോയ പത്രോസ്
ഹല്ലേലൂയ. അവന്റെ നിഴലടിക്കുമ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് സൗഖ്യം വരും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ നിഴൽ കണ്ട് മാറുന്നവർ, നമ്മളെ കണ്ട് മാറുന്നവർ, ഹല്ലേലൂയ, നമ്മുടെ നിഴൽ അടിക്കുവാൻ കൊതിക്കും കേട്ടോ. ഒരുപക്ഷെ ഇന്ന് ലോകം നിങ്ങളെ മാറ്റി നിർത്തുന്നതായിരിക്കാം. ഹല്ലേലൂയ. ചിലപ്പം പറയത്തില്ല, ഓ അവരെ എനിക്ക് കാണുവേ വേണ്ട. ഹല്ലേലൂയ. മനുഷ്യരുടെ വാക്കുകൾ മാറും കേട്ടോ. ഹല്ലേലൂയ. നിന്നെ തള്ളിപ്പറഞ്ഞവരും നിന്നെ നിന്ദിച്ചവരും, ഹല്ലേലൂയ, നിന്നെ ഇല്ലായ്മയിൽ ഹല്ലേലൂയ മാറ്റി നിർത്തവരും ദൂരം നിന്റെ കുടുംബത്തിൽ തന്നെ നിന്നെ തേടി വരുമെന്നുള്ള കാര്യം ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. എവിടൊക്കെ നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടോ, എവിടൊക്കെ നീ നിന്നയുടെ പാത്രമായി തീർന്നിട്ടുണ്ടോ, ഹല്ലേലൂയ, അവിടെ തന്നെ ദൈവം നിന്നെ കൊണ്ടുവരും. ഹല്ലേലൂയ. അവരുടെ മുമ്പിൽ ദൈവം നിന്നെ കൊണ്ടുവരും. ഹല്ലേലൂയ. അവരുടെ മുമ്പിൽ ഹല്ലേലൂയ ദൈവം നിങ്ങളെ കൊണ്ടുവരും. അതുകൊണ്ടാണ് അവർ അവിടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, അതിന്റെ 3-ാം അധ്യായത്തിന്റെ 11-12 വാക്യം ഒന്ന് വായിച്ചേ. അവൻ പത്രോസിനോട് യോഹന്നാനോട് ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം കൊണ്ടു ശലോമോന്റേത് എന്ന പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത്? അബ്രഹാമിന്റെയും താങ്ക് യു സിസ്റ്റർ. ഇവിടെ പത്രോസും യോഹന്നാനും ഒക്കെ എന്താ പറയുന്നത് അറിയാം? നിങ്ങൾ എന്തിനാ ആശ്ചര്യപ്പെടുന്നത്? ഹല്ലേലൂയ. നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഞങ്ങളുടെ അതിന്റെ 13-ാമത്തെ വാക്യം എഴുതിയേക്കുന്നത്, men of Israel, why do you wonder of this, or why do you stare at us as though by our own power or pity we have made him walk? ഞങ്ങളുടെ ബലം കൊണ്ടൊന്നും അല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ ബലം കൊണ്ടാണ്. ഹല്ലേലൂയ. എല്ലാ മാനവും മഹത്വവും പത്രോസ് ആർക്കാണ് കൊടുക്കുന്നത്? സ്വർഗത്തിലെ ദൈവത്തിന്. നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടന്നു കഴിയുമ്പോൾ നമ്മുടെ കഴിവിലും നമ്മുടെ പണത്തിനുമല്ല നമ്മൾ പ്രശംസ കൊടുക്കേണ്ടത്. നമ്മളെ വീണ്ടെടുത്തവനായ ദൈവത്തിന് മാത്രമേ നമ്മൾ പ്രശംസ പുകഴ്ചയും കൊടുക്കുവാൻ പാടുള്ളൂ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വീഴ്ചയ്ക്ക് കാരണം എന്താണെന്നറിയാമോ? ദൈവം ചിലത് ചെയ്തു കഴിയുമ്പോൾ നമ്മളിൽ തന്നെ അഹങ്കരിക്കും. നമ്മളിൽ തന്നെ പ്രശംസ കൊള്ളുവാൻ നമ്മൾ ആഗ്രഹിക്കും. പലപ്പോഴും മനുഷ്യർ നമ്മളെ കുറിച്ച് നല്ല 2 വാക്ക് പറഞ്ഞെങ്കിൽ നമുക്ക് ഉള്ളിൽ എന്ത് ദേഷ്യമല്ലേ? എവിടെയെങ്കിലും നമ്മുടെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ പിന്നെ പറയേ വേണ്ട. ആമേൻ. പക്ഷെ ഇവിടെ പത്രോസും യോഹന്നാനും പറയുന്നത്, ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ഞങ്ങളുടെ ശക്തി കൊണ്ടോ അല്ല ഇത് ഞങ്ങൾ ചെയ്തത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മുടെ കഴിവ് കൊണ്ടല്ല ഹല്ലേലൂയ രഹോബോത്ത് മിനിസ്ട്രി നടക്കുന്നത്. ഓർത്തുകൊള്ളുവേൻ, രഹോബോത്ത് മിനിസ്ട്രിയെ നടത്തുന്നത് സ്വർഗത്തിലെ ദൈവമാണ് സിസ്റ്ററെ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാണ്. ഈ രാത്രികാലം 38 പേര് ഇങ്ങനെ കയറിയിരിക്കണമെങ്കിൽ ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കഴിവല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണ്. സ്വർഗത്തിൽ ലഭിച്ചിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളും ആ സ്വർഗീയ ശക്തികളും ആ സ്വർഗീയ കൃപകൾ കൊണ്ടൊന്നും മാത്രമാണ് ഹല്ലേലൂയ ഈ മിനിസ്ട്രി നടക്കുന്നത്. വരും ദിവസം ദൈവം ഇതിനെ ഹല്ലേലൂയ ഇനിയും വളർത്തുമെന്ന് വിശ്വസിക്കുക. മാനവമഹത്വം ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ഈ മിനിസ്ട്രി അനേക ദൈവദാസന്മാരുടെയും കുടുംബത്തിന്റെയും സഹോദരിമാരുടെയും ജീവിതത്തിൽ വലിയൊരു വിടുതലായിത്തീരും. തലമുറകളുടെ ജീവിതത്തിൽ വിടുതലായിത്തീരും. നമ്മളിരിക്കുന്ന 2 മണിക്കൂർ അല്ലെങ്കിൽ 120 ഹല്ലേലൂയ മിനിറ്റ് വ്യർത്ഥമായി പോകത്തില്ല. ഹല്ലേലൂയ. കാരണം നമ്മൾ ഇരിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. ഹല്ലേലൂയ. ആ 120 പേര് ദൈവസന്നിധിയിൽ ഇരുന്ന് ഒരു മനസ്സോടെ ഇരുന്നു. ഈ 120 മിനിറ്റ് നമ്മൾ ഒരു മനസ്സോടെ ഇരിക്കുകയാണെങ്കിൽ ഇതുവരെയും കാണാത്ത ചിലത് നമ്മൾ കാണും. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിൽ തന്നെ കാണും, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കാണും. ഹല്ലേലൂയ. പത്രോസ് അത് വ്യക്തിപരമായി ഹല്ലേലൂയ അവൻ ആ ശക്തി പ്രാപിച്ചപ്പോൾ അവൻ വ്യക്തിപരമായി എണ്ണിച്ചു നിന്നു കേട്ടോ. അവനോട് ആരും പറഞ്ഞില്ല എണ്ണീര്. ചിലപ്പോൾ നമ്മളോട് പറയത്തില്ലേ, സോറി ഞാൻ ആരുടെയും പേര് കോട്ട് ചെയ്യുവാണെങ്കിൽ സോറി, സോണി സിസ്റ്ററെ പ്രാർത്ഥിര്. ഹല്ലേലൂയ. ഇവിടെ സിബി സിസ്റ്റർ ലീഡ് ചെയ്തപ്പം പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം പെട്ടെന്ന് ഡിവൈസ് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായി. ഹല്ലേലൂയ. പേര് പറഞ്ഞില്ല. ചിലര് കാത്തിരിക്കും, എന്റെ പേര് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ. ആമേൻ. എന്റെ പേര് പറഞ്ഞാൽ മാത്രമേ ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ.
ഹാലലിയ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ ഹാലലിയ നമ്മൾ കാത്തിരിക്കേണ്ട എന്റെ പേര് വിളിക്കുമോ ഇല്ലയോ എന്ന് ടേക്ക് ആൻ ഇനിഷ്യേറ്റീവ്. ഗോഡ് വിൽ ലീഡ് യു. ഹാലലൂയ. നമ്മൾ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. ഹാലലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് കഴിയുമ്പോൾ ഹാലലൂയ ഒന്നവൻ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുവാനുള്ള കൃപ തരും. ഹാലലൂയ. അവൻ നമുക്ക് പറയുവാനുള്ള കൃപ തരും, ഭാഷാജ്ഞാനം തരും, നമ്മുടെ പേടിയെ മാറ്റും. ഹാലലൂയ. എല്ലാ നാമത്തെക്കാളും മേലായ യേശുവിന്റെ നാമത്തെ പിന്നെ നമ്മൾ പുകഴ്ത്തും. പ്രശംസ അവന് മാത്രമേ നമുക്ക് കൊടുക്കത്തുള്ളൂ. അവന് മാത്രം, യേശുവിന് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഹാലലൂയ. ഇന്നലെ രാത്രികാലം എത്ര പേർ ആഗ്രഹിക്കുന്നു, കർത്താവേ ഹാലലൂയ ഞാനൊരു വ്യത്യസ്തമായ വ്യക്തിയായി നിനക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി എന്നെ തന്നെ ഞങ്ങളുടെ കരങ്ങളിൽ താഴ്ത്തുന്നപ്പാ. ഹാലലൂയ. ഹാലലൂയ. എനിക്ക് ഹാലലൂയ ഒരു വ്യക്തിയെ കുറിച്ച് ടച്ച് ചെയ്തിട്ട് ഞാൻ മെസ്സേജ് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹാലലൂയ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ഹാലലൂയ നമുക്ക് പിന്നെ അതിന്റെ മുന്നോട്ടുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ പത്രോസിനെ തന്നെ യാക്കോബിനെ കൊന്നതിന് ശേഷം അല്ലെ, ഈ പത്രോസിനെ ഹെരോദേസ് രാജാവ് പിടിച്ച് ജയിലിൽ ഇടുന്നുണ്ട് അല്ലെ. എന്തിനു വേണ്ടി? ഹാലലൂയ പെസഹ പെരുന്നാളിന് ശേഷം ഇവനെ കൊല്ലുവാൻ വേണ്ടി, ഹാലലൂയ യഹൂദന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ടു പ്ലീസ് ദ ജൂയിഷ് പീപ്പിൾ. ഹാലലൂയ ഇവനെ, കാരണം യാക്കോബിനോട് ചെയ്തത് കണ്ട് അവർ സന്തോഷിച്ചു. ഹാലലൂയ. പത്രോസിനെയും അതുപോലെ തന്നെ ഇട്ടേക്കുകയാണ്. ഹാലലൂയ. പക്ഷേ പത്രോസ് ആ കാരാഗ്രഹത്തിൽ സുഖമായിട്ട് കിടന്നുറങ്ങിയാണ്. ആമേൻ. ഒരു ദൈവമക്കളുടെ പ്രത്യാശ അതാണ് കേട്ടോ. സ്വർഗത്തിലെ ശക്തി ലഭിക്കുമ്പോൾ എത്ര വലിയ വാളായാലും എത്ര വലിയ ഉരുളായാലും ഹാലലൂയ അതിന് മുമ്പേ നിൽക്കുവാനുള്ള ശക്തി സ്വർഗത്തിലെ ദൈവം തരും. ആമേൻ. അത് ഹാലലൂയ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് ഹാലലൂയ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവന്റെ സഹോദരന്മാരിൽ ഒരാൾ യാക്കോബ്, ഹെരോദേസ് രാജാവ് അവനെ കൊന്നു. ഇനിയും അടുത്തത് ആരാണ്? പത്രോസ് ആണ്. ഇന്ന് രാത്രികാലം മറ്റുള്ളവർക്ക് വന്ന പ്രതിസന്ധികളെ കണ്ട് മറ്റുള്ളവർ വീഴ്ചകളെ കണ്ട് നമ്മൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഇനിയും അടുത്തത് ഞാനാന്ന് പറയുന്ന വ്യക്തിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ, നിനക്കൊരു വിടുതലുണ്ട്. ആ കാരാഗ്രഹം എന്ന് തോന്നുന്ന ആ സ്ഥാനത്ത്, കാരാഗ്രഹം എന്ന ഹല്ലേലൂയ നമ്മൾ വിചാരിക്കുന്ന അവസ്ഥയിലും കടന്നു വരുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട് കേട്ടോ. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 12-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിലാണത്. നമുക്ക് ആ വാക്യങ്ങൾ വായിക്കാം. ഹല്ലേലൂയ. അതിന്റെ 12-ാം അധ്യായത്തിന്റെ 1 മുതൽ ഒന്ന് വായിക്കാം സിസ്റ്റർ. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. സിസ്റ്റർ, ഹല്ലേലൂയ. യാക്കോബിനെ കൊന്നു അല്ലേ? യഹൂദന്മാർക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ സന്തോഷിക്കുന്ന ചിലരുണ്ട് കേട്ടോ. ആമേൻ. സന്തോഷിക്കുന്നവരുണ്ട്. അവരെ ഒന്നും കൂടെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ചില പദ്ധതികൾ ഒരുക്കും. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കുവാൻ പോകുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ. കാരണം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഇന്ന് രാത്രികാലം നിന്നോട് കൂടെയുണ്ട്. യോഹന്നാന് സംഭവിച്ചതും യാക്കോബിന് സംഭവിച്ചത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചു, കർത്താവ് ഇനിയും അടുത്തത് ഞാനാണോ എന്നൊരു ഭയം നമ്മുടെ ഉള്ളിലില്ലേ? ആ ഭയത്തെ നമ്മൾ മാറ്റണം. ആമേൻ. ആ ഭയത്തെ നമ്മൾ മാറ്റണം. ആ ലോകത്ത് പലവിധമായ സംഭവങ്ങൾ നടക്കാറുണ്ട്. അത് കണ്ടുകൊണ്ട് കർത്താവ് ഇനി അടുത്തത് എന്റെ ജീവിതത്തിലാണോ, എന്റെ കുടുംബത്തിലാണോ, എന്റെ തലമുറകളിലാണോ? കേരളത്തിൽ ഇപ്പം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ഡ്രഗ്സ്. സൗത്ത് ഇന്ത്യയില്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ തലമുറകളെ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചോ. ഇനി നമ്മുടെ തലമുറകളെ ഈ ലോകത്തിലെ ശക്തി ഒരിക്കലും അവന് നമ്മുടെ തലമുറകളെ വലിച്ചെടുക്കുവാൻ പറ്റത്തില്ല. നമ്മൾ ഓരോ ന്യൂസും കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഭയമില്ലേ?
കർത്താവെ, എന്റെ തലമുറകൾ അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ, അവർ പോകുന്ന വഴികളിൽ, അവർ അറ്റൻഡ് ചെയ്യുന്ന കോളേജുകളിൽ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു. ഇവിടെ പത്രോസ് ഹല്ലേലൂയ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. പത്രോസ് വിചാരിച്ചില്ല, പത്രോസ് സുഖമായി കിടന്നുറങ്ങിയാണ്. ഹല്ലേലൂയ. കാരണം അവന് അറിയാം അവനെ വിളിച്ചതും ഹല്ലേലൂയ അവനുള്ള ശക്തി സ്വർഗത്തിലെ ശക്തിയാണ്. പക്ഷെ അവിടെ ഒരു കാര്യം നടക്കുന്നുണ്ട് കേട്ടോ. സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. യാക്കോബിന്റെ ജീവിതത്തിൽ അങ്ങനെ വന്നു കഴിഞ്ഞു. പക്ഷെ പത്രോസിനെ കൂടെ അങ്ങനെ ആക്കുവാൻ വേണ്ടി അവർ തീരുമാനിച്ചപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പക്ഷെ ഹല്ലേലൂയ ചില പ്രശ്നങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിച്ചു കാണാം. അതുകൊണ്ട് ക്ഷീണിച്ചു പോകരുത്. ഇനിയും അങ്ങനത്തെ പ്രശ്നം വരാതിരിക്കുവാൻ വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിര്. സഭ സഹോദരിമാരെ ഒരുമിച്ച് പ്രാർത്ഥിര്. കാണാത്തതിനെ ചിലത് ദൈവം നമുക്ക് വേണ്ടി ചില ദൂതന്മാരെ അയക്കും. ഹല്ലേലൂയ. പത്രോസ് നന്നായി കിടന്നുറങ്ങിയാണ്. ആമേൻ. ഏത് പത്രോസ്? ആ പെൺകുട്ടിയുടെ മുമ്പിലും ആ ചില വ്യക്തി ജീവിതങ്ങളുടെ മുമ്പിലും യേശുവിനെ അറിയത്തില്ല. എനിക്ക് ആ മനുഷ്യ നീ പറയുന്നത് എന്തെന്ന് എനിക്കറിയില്ല. I love that statement in മലയാളം. നീ പറയുന്നത് എന്തെന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. ആ പത്രോസ് ജയിലിൽ കിടന്ന് സുഖമായി ഉറങ്ങുകയാണ്. ഹല്ലേലൂയ. ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പെസഹ പെരുന്നാൾ കഴിഞ്ഞാൽ ഉടനെ ആരെ കൊല്ലണം? പത്രോസിനെ കൊല്ലണം. ലോകത്തിന്റെ ഭയക്കുന്ന വാക്കുകളും ലോകത്തിന്റെ ഡിക്ലറേഷനുമാണ്. ഹെരോദാസ് രാജാവിന്റെ ഡിക്ലറേഷൻ ആണ്. ഹല്ലേലൂയ. പത്രോസിനെ കൊല്ലും എന്ന് പെസഹായുടെ പെരുന്നാൾ കഴിഞ്ഞ ശേഷം, ആ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കഴിഞ്ഞ ശേഷം ആരെ കൊല്ലണം? പത്രോസിനെ കൊല്ലണം. ഡിക്ലറേഷൻ ഓൾറെഡി എഴുതി സീലിട്ട് വെച്ചേക്കുകയാണ്. ഇന്ന് രാത്രികാലം നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും മുദ്രാപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? സ്വർഗത്തിലെ ദൈവം മാറ്റിമറിക്കുവാൻ ശക്തനെന്ന് വിളിച്ചു പറയുന്നു. ആമേൻ. നമ്മളെ കൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും അത് കഴിയുകയില്ല. ഹല്ലേലൂയ. നമുക്കൊരു റെക്കമെൻഡേഷൻ ചെയ്യുവാനും നമുക്കൊരു ഉന്നതരാരുമില്ല. പക്ഷെ ഒരുവനുണ്ട്, ആകാശത്തെ ഭൂമിയെയും സൃഷ്ടിച്ചവനും എന്നിൽ നിന്നിലും ആ ദൈവത്തിന്റെ ആത്മാവ് പകരുന്നവനും പാഴും ശൂന്യമായ അവസ്ഥയിലും അവന്റെ ആത്മാവ് കൊണ്ട് പുതിയ സൃഷ്ടിപ്പ് നടത്തിയവനായ യേശു ഇന്ന് രാത്രികാലം എനിക്കും നിനക്കും വേണ്ടി ചില പദ്ധതികളെ, ചില അഗ്രിമെന്റുകളെ മാറ്റിമറിക്കും. ഹല്ലേലൂയ. ആ അഗ്രിമെന്റിനെ അവൻ മാറ്റിമറിച്ച് നല്ലിഫൈ ചെയ്യും കേട്ടോ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. നമുക്ക് അതിന്റെ 7ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. 12ാം അധ്യായത്തിന്റെ 7ാം വാക്യം. പെട്ടെന്ന് കർത്താവിന്റെ ദൂതനോട് പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവന്റെ കയ്യിലൊക്കെ എന്ത് കെട്ടിയിട്ടുണ്ട്? ചെങ്ങല. ആമേൻ. 2 ചെങ്ങലയിലാണ് അവൻ കെട്ടപ്പെട്ടിരിക്കുന്നത്. സ്വർഗത്തിലെ ദൂതൻ വന്ന് അവനെ എന്തെടുത്തു? തട്ടി. ഹല്ലേലൂയ. തട്ടിയതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവൻ നന്നായിട്ട് ഉറങ്ങുകയായിരുന്നു. ഹല്ലേലൂയ. ഭയമില്ലാത്തവനായി ദൈവസന്നിധിയിൽ ഉറങ്ങുന്നവൻ. ഹല്ലേലൂയ. കാരാഗ്രഹം എന്ന അവസ്ഥയിലും ഉറങ്ങുവാൻ വേണ്ടി ഹല്ലേലൂയ ആ ശക്തി തരുന്നത് ആരാന്നറിയാമോ? സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മുടെ കാരാഗ്രഹം പോലുള്ള ജീവിതത്തിന്റെ മധ്യത്തിലും സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ അവൻ നമുക്ക് ഉറക്കം തരുന്ന ദൈവമല്ലേ? കഴിഞ്ഞ നാളുകളിൽ പല രാവും പല രാത്രിയും പകലും നമുക്ക് കാരാഗ്രഹം പോലായിട്ടും ഹല്ലേലൂയ ദൈവിക സന്തോഷം നിന്റെ ഉള്ളിൽ തന്നത് ആരാന്നറിയാമോ? നിന്നെ വീണ്ടെടുത്തവനും നിന്നെ പേർ ചൊല്ലി വിളിച്ചവനുമായ യേശുവാണ്. ഹല്ലേലൂയ. വേറൊരു മനുഷ്യനുമല്ല. ആ സംതൃപ്തിയും ആ ഉറക്കവും തരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവസന്നിധിയിലിട്ട നിങ്ങൾ ചെലവഴിക്കുന്ന സമയം കൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയം നമ്മൾ ദൈവസന്നിധിയിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ കഷ്ടകാലത്ത് അവൻ നമുക്ക് നല്ല തുണയാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് ഇവൻ കിടന്നുറങ്ങുന്നത്. സ്വർഗത്തിലെ ദൈവം അവനെ തട്ടി ഉണർത്തി. ഇന്ന് രാത്രികാലം നമുക്ക് വേണ്ടി ചില ദൂതന്മാരെ ഹല്ലേലൂയ നമ്മുടെ കാരാഗ്രഹം എന്ന ഹല്ലേലൂയ ആ സിറ്റുവേഷനിൽ നമുക്ക് വേണ്ടി അയച്ച് ഹല്ലേലൂയ അവൻ സ്വർഗദൂതനെ അയക്കുക മാത്രമല്ല, ആമേൻ, ഹല്ലേലൂയ, തട്ടി ഉണർത്തി
ചങ്ങലകൾ ഊരി. ഹല്ലേലൂയ. ഇവനല്ല ഊരിയത്. സ്വയം ബലത്താൽ ഊരാൻ കഴിയാത്ത ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളോട് ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ ദൈവം ഇന്റർവീൻ ചെയ്ത് കഴിയുമ്പോൾ ഈ ലോകത്തിലെ എത്ര ശക്തിയുള്ള രാജാക്കന്മാരുടെ ചങ്ങലകളെയും അഴിക്കുവാനുള്ള താക്കോൽ അവന്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. ഏറ്റെടുത്തോ, ഏറ്റെടുത്തോ ദൂത്. നമ്മളെ കൊണ്ട് അഴിക്കാൻ പറ്റാത്ത ചില ചങ്ങലകൾ, നമ്മളെ കൊണ്ട് ഹല്ലേലൂയ പരിഹരിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ, ദൂതന്മാർ എനിക്കും വേണ്ടി നിനക്കും വേണ്ടിയും ഇറങ്ങി വരും. ഹല്ലേലൂയ. എങ്ങനെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇറങ്ങി വരും. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു. അവനെ ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ ചങ്ങലകൾ മാത്രമല്ല, നിന്റെ ഇരുട്ടിന്റെ അവസ്ഥയിൽ ചില പ്രകാശങ്ങളെയും അവിടെ അയക്കും കേട്ടോ. ആ ജയിലിനുള്ളിൽ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ ദൂതൻ വരിക മാത്രമല്ല, ചെങ്കല അഴിയുക മാത്രമല്ല, ചില വെളിച്ചം നീ അവിടെ കാണും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വെളിച്ചം കാണും. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, നീ എണ്ണിച്ചു. ആ വാക്യം ഒന്നും കൂടെ വായിക്കാം സിസ്റ്റർ. 12 chapter 12 verse 7. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. താങ്ക് യു സിസ്റ്റർ. ഹല്ലേലൂയ. അവനെ ഉണർത്തി. ഹല്ലേലൂയ. വിലാപ്പുറത്ത് തട്ടി അവനെ ഉണർത്തി. എന്നിട്ട് പറഞ്ഞു പെട്ടെന്നാട്ട്. ദൈവം ചിലത് നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് പെട്ടെന്നായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അന്നേരം അവിടെ ഞാൻ കിടക്കട്ടെ, ഇച്ചിരിയും കൂടെ കിടക്കട്ടെ, ഇപ്പം സമയമായില്ലല്ലോ, നമുക്ക് വെളുപ്പിനെ പോകാം സ്വർഗദൂത എന്ന് പറഞ്ഞില്ല കേട്ടോ. സ്വർഗദൂതനോട് പറഞ്ഞപ്പോൾ തന്നെ അവന്റെ ചങ്ങലകൾ ഊരി കേട്ടോ കയ്യിൽ നിന്ന്. ദൈവം നമ്മളോട് പറയുമ്പോൾ തന്നെ നമ്മൾ എണ്ണിക്കുകയാണെങ്കിൽ ചില ചങ്ങലകൾ ഊരും. ആമേൻ. ദൈവം പറയുമ്പോൾ തന്നെ നമ്മൾ ദൈവഹിതപ്രകാരം, നമ്മൾ ദൈവവചനപ്രകാരം നമ്മൾ എണ്ണിക്കുമ്പോൾ കെട്ടിയിരിക്കുന്ന ചില ചങ്ങലകൾ അഴിയും. ഹല്ലേലൂയ. നമ്മൾ പറയുക ഇച്ചിരിയും കൂടെ കിടക്കട്ടെ, ഇച്ചിരിയും കൂടെ കിടക്കട്ടെ. ഒരുപക്ഷെ പത്രോസിന് പറയാമായിരുന്നു നല്ല ഉറക്കം, കാരണം അടിയൊക്കെ കൊണ്ടിട്ടായിരിക്കും കിടക്കുന്നത്. പെട്ടെന്ന് അവൻ എണ്ണിച്ചപ്പോൾ ചങ്ങലകൾ അവന്റെ കയ്യിൽ നിന്ന് ഊരി. ഇന്ന് രാത്രികാലം നമ്മൾ ദൈവം പറയുമ്പോൾ നമ്മൾ എണ്ണിക്കുകയാണെങ്കിൽ ചങ്ങലകൾ ഊരും. അത് കഴിഞ്ഞ് സ്വർഗദൂതനോട് പറയുകയാണ്, അരകെട്ട് ചെരുപ്പിട്. അവൻ അപ്രകാരം തന്നെ ചെയ്തു കേട്ടോ. ഞാൻ ഓർക്കുകയാണ്, ഇവൻ ഉറക്കത്തിൽ തന്നെയാണെന്ന്. അതെ, ഉറക്കത്തിൽ തന്നെയല്ലേ. നമുക്ക് അതിന്റെ താഴത്തുള്ള വാക്യം, പത്രോസിനെ എന്തുകൊണ്ടാണ് ദൈവം ഉറക്കത്തിൽ തന്നെ ഇതെല്ലാം ചെയ്യിപ്പിച്ചതെന്ന് അറിയാമോ? ഹല്ലേലൂയ. അല്ലെങ്കിൽ ചിലപ്പോൾ പത്രോസ് വാളൊക്കെ എടുത്തേനെ അവിടെ. പണ്ടൊരിക്കൽ വാളെടുത്ത് വെട്ടിയതല്ലേ ഒരു വ്യക്തിയുടെ ചെവി. ഹല്ലേലൂയ. പലപ്പോഴും ഉറക്കത്തിൽ ചില കാര്യങ്ങൾ ചെയ്യിക്കാൻ കാരണമുണ്ട്. ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നറിയാമോ? ആ ജയിലിലുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്താനല്ല, ഇവനെ അവിടുന്ന് രക്ഷപ്പെടുത്തണം. കാരണം ഇവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ട് കേട്ടോ. ഇവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട്. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ, നിന്നെ മാത്രമാണ് കൊല്ലുവാൻ ഇട്ടിരിക്കുന്നതെങ്കിൽ നിന്നെ മാത്രമേ രക്ഷപ്പെടുത്തത്തുള്ളൂ. ഇവിടെ ഈ ജയിലിൽ നിന്ന് പത്രോസിനെ മാത്രം രക്ഷപ്പെടുത്താൻ ഒരു കാരണമുണ്ട്. പത്രോസിനെ മാത്രമാണ് അവിടെ കൊല്ലാൻ ഇട്ടിരിക്കുന്നത് അന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിന്നെ മാത്രമാണ് ബന്ധിച്ചിട്ടിരിക്കുന്നുവെങ്കിൽ, നിന്നെ മാത്രമായി അഴിക്കുന്ന ഒരു സ്വർഗീയ ശക്തിയുണ്ട്. ആ ശക്തി നീ എത്തുന്നിടം വരെയും, നിന്നെ എത്തിക്കേണ്ടിടം വരെയും നിന്നെ വഴി നടത്തും. താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിന്റെ 11 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ സിസ്റ്റർ. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നെന്ന് നിരൂപിച്ചു. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്നു. പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. പത്രോസിന് സുബോധ 11 കൂടെ വായിച്ചു. കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. ആമേൻ. 11-ാം യഹൂദന്മാരുടെ എല്ലാ പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് എന്നെ വിടുവിച്ചു. ആമേൻ. ചിലർക്ക് പ്രതീക്ഷ ഉണ്ട് കേട്ടോ. ചിലരുടെ ആഗ്രഹം നമ്മൾ നശിച്ചു പോകണമെന്നാണ്.
പക്ഷെ അവരുടെ പ്രതീക്ഷയെ ദൈവം എന്തെടുക്കും? ഉടച്ചു മാറ്റും. ആമേൻ. ഹല്ലേലൂയ. അത് മാത്രമല്ല, പത്രോസിനെ ദൈവം 1-ാം കാവലും 2-ാം കാവലും ഇരുമ്പ് ഹല്ലേലൂയ ഗേറ്റും കടന്നാണ് ഹല്ലേലൂയ അവിടെ വിട്ടതിന് ശേഷമാണ് സ്വർഗദൂതൻ അവിടുന്ന് പോയത്. നമ്മളെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിട്ടേ നമ്മുടെ ദൈവം ഹല്ലേലൂയ മാറുകയുള്ളൂ കേട്ടോ. നമ്മളെ വഴിയിൽ 1-ാം കാവലിൽ കൊണ്ടിട്ടിട്ട് ഹല്ലേലൂയ വിടുന്ന ദൈവമല്ല. എവിടെയാണ് എന്നെ നിന്നെ എത്തിക്കേണ്ടത്? ഹല്ലേലൂയ ചെങ്കലയുടെ മധ്യത്തും ചെങ്കലകൾ അഴിച്ചും ദൈവം എത്തിക്കേണ്ടടുത്ത് നമ്മളെ എത്തിക്കും ദൈവമക്കളെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലരുടെ പ്രതീക്ഷ അവിടെ നശിച്ചു പോകും കേട്ടോ. യഹൂദന്മാരുടെ ആശ എന്തായിരുന്നു അറിയോ? പത്രോസിനെ കൂടെ കൊല്ലണമെന്നാണ്. ചിലരുടെ ആശ ചിലരുടെ ആഗ്രഹം എന്താണെന്നറിയാം? നീ നശിക്കണം, നിന്റെ തലമുറയ്ക്ക് ഒരു നന്മകളും വരരുതെന്നാണ്. പക്ഷെ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവിനാലുള്ള അനുഗ്രഹത്താലും ദൈവത്തിന്റെ ആത്മാവിനാലുള്ള ശക്തിയാലും നിന്റെ പ്രാർത്ഥനയാലും വചനധ്യാനത്താലും കൂട്ടായ്മയാലും സഭയുടെ പ്രാർത്ഥനയാലും ഈ ലോകത്തിലെ ശത്രുവിന്റെ ആശയെ എന്നേക്കുമായി കാലിന്റെ മീതെ ചവിട്ടി ബന്ധിച്ചിരിക്കുന്ന ഒരു യേശുവിനെയാണ് ഞാനും നിങ്ങളും സ്തുതിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്ന പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല തന്ത്രങ്ങളെയും ചവിട്ടുവാനുള്ള അധികാരം സ്വർഗത്തിലെ ദൈവം എനിക്കും നിനക്കും തന്നിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ അധികാരം ഏറ്റെടുക്കുന്നില്ല. ഇന്ന് രാത്രികാലമായ അധികാരം നമ്മൾ ഏറ്റെടുക്കുക. ആ അധികാരം നമുക്ക് എവിടെ നിന്ന് വരുന്നു? ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ സ്വർഗീയത്തിലെ ദൈവം ആ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി നമ്മളിൽ പകരും. ഹല്ലേലൂയ. ആ ശക്തി നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ കരങ്ങളെ പിടിച്ച് നടത്തുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ആ ശക്തി വന്നപ്പോൾ പത്രോസും മറ്റേ ശിഷ്യർക്കും അവരുടെ ഭയം മാറി. അവർക്ക് പറയാനുള്ള വാചാലത ദൈവം കൊടുത്തു. അവരുടെ ബുദ്ധിമണ്ഡലത്തെ ദൈവം പ്രകാശിപ്പിച്ചു. ഹല്ലേലൂയ. അതും മാത്രമല്ല, എല്ലാ നാമത്തെക്കാളും മേലായ യേശുവിന്റെ നാമത്തെ അവർ ഉയർത്താൻ തുടങ്ങി. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാൻ തുടങ്ങി. അവരുടെ ഹല്ലേലൂയങ്ങളുടെ മധ്യത്തിലും അക്കാരാഗ്രഹത്തിലും യേശുവിനെ അവർ രുചിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഞാനൊരു ചെറിയ ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് എന്റെ മെസ്സേജിനെ ഇവിടെ അവസാനിപ്പിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. നമുക്കെല്ലാം അറിയാം ഹല്ലേലൂയ അബ്രഹാം ലിങ്കൻ അമേരിക്കയുടെ രാഷ്ട്രപിതാവ്, പ്രസിഡന്റ് ആയിരുന്നു അമേരിക്കയുടെ. ഒരു ദിവസം അവിടെ സിവിൽ വാർ നടക്കുമ്പോൾ, ഗ്രഹയുദ്ധം നടക്കുമ്പോൾ, ഒരു സൈനികൻ, നിങ്ങൾ ഒരുപക്ഷെ കഥ കേട്ട് കാണും, ഒരു സൈനികൻ അബ്രഹാം ലിങ്കനെ കാണുവാൻ വേണ്ടി കടന്നു വന്നു. ഹല്ലേലൂയ. അവന്റെ ആഗ്രഹം എന്തായിരുന്നു അറിയാമോ? എങ്ങനെയും അവന്റെ സൈനികനായ കാരണം അവന്റെ പിതാവും അവന്റെ സഹോദരനും ആ സിവിൽ വാറിൽ മരിച്ചു. അവന്റെ മാതാവും സഹോദരിമാരും തന്നെയുള്ളൂ വില്ലേജില്. അവർക്ക് ഒരു സുരക്ഷയ്ക്കും അവർക്കൊരു കാവലും ഇവൻ മാത്രമേ ഏകനുള്ളൂ. ഇവന്റെ ആഗ്രഹം എങ്ങനെയും ആ സൈനിക സ്ഥാനത്ത് നിന്ന് റിസൈൻ ചെയ്യണമെന്നാണ്. പക്ഷെ സിവിൽ വാർ നടക്കുമ്പോൾ ആർക്കും റിസൈൻ കൊടുക്കാറില്ല, ആരുടെയും റിസൈൻ അക്സെപ്റ്റ് ചെയ്യാറില്ല. അന്നേരം ഇവൻ ഓർത്ത് നേരിട്ട് പോയി പ്രസിഡന്റിനെ കാണണമെന്ന്. അങ്ങനെ അവൻ വൈറ്റ് ഹൗസിലേക്ക് വന്നു. പക്ഷേ അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡ്സ് അവനെ കയറ്റി വിട്ടില്ല. കാരണം അവന്റെ കയ്യിൽ ഒരു ലെറ്ററോ അല്ലെങ്കിൽ ഒരു പെർമിഷനോ ഒന്നും അവനില്ല. അവൻ അവിടുന്ന് കരഞ്ഞോണ്ട് അവൻ അവിടെ ഒരു പാർക്കുണ്ട് വൈറ്റ് ഹൗസിന്റെ മുമ്പിൽ, അവിടെ പോയിരുന്ന് കരയാൻ തുടങ്ങി. ആ സമയത്ത് ആ പാർക്കിൽ ഒരു കുഞ്ഞു കളിക്കാൻ വന്നു. ആ കുട്ടി ഈ സൈനികനെ കണ്ട് അവിടെ ഇരുന്ന് വിഷമിച്ച് കരയുന്ന സൈനികനെ കണ്ടിട്ട് ചോദിച്ചു, വൈ യു ആർ ക്രൈങ്? നീ എന്തിനാണ് കരയുന്നത്? അന്നേരം ഈ കുട്ടിയോട് ഇവന്റെ വിഷമം എല്ലാം പറഞ്ഞു. ഞാൻ അബ്രഹാം ലിങ്കൻ പ്രസിഡന്റിനെ കാണാൻ വന്നതാണ്, പക്ഷെ അവർ എന്നെ കയറ്റി വിടുന്നില്ല. നിന്റെ പ്രോബ്ലം എന്താണ് അങ്കിൾ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, എന്റെ പ്രോബ്ലം ഇതാണ്, എന്റെ പപ്പായും എന്റെ ബ്രദറും സിവിൽ വാറിൽ മരിച്ചുപോയി. എനിക്ക് മദറും എന്റെ സിസ്റ്ററുമേ ഉള്ളൂ. അവർക്കൊരു സഹായത്തിന് ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് എന്റെ റിസൈൻ അക്സെപ്റ്റ് ചെയ്യണം. അത് മാത്രം എനിക്കൊന്ന് പ്രസിഡന്റിനോട് പറയണമെന്ന്. അന്നേരം ആദ്യം ഈ സൈനികൻ ചെന്നപ്പോ ആരും ഇവനെ കേട്ടില്ല. അന്നേരം ഈ കുട്ടി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എന്റെ കൈ പിടിച്ചു, നമുക്ക് പോവാന്ന് പറഞ്ഞു. ഈ കുട്ടിയുടെ കൈക്ക് പിടിച്ച് വൈറ്റ് ഹൗസിന്റെ ആദ്യത്തെ ഗേറ്റ് വന്നപ്പം അവിടുത്തെ ഗാർഡ്സ് എല്ലാം ഈ കുട്ടിയെ നന്നായിട്ട് അറിയാം, അബ്രഹാം ലിങ്കന്റെ മോനല്ലേ, കയറ്റി തുറന്നു എല്ലാ ഗേറ്റും തുറന്നു കൊടുത്തു. നേരിട്ട് പ്രസിഡന്റും അവിടുത്തെ സെക്രട്ടറി എല്ലാം ഇരുന്ന് സംസാരിക്കുന്ന ചേംബറിൽ നേരിട്ട് ഈ പൈതലിന്റെ പേര് ടെഡ് ലിങ്കൻ എന്നായിരുന്നു. അവിടെ കയറി ചെന്നു. അന്നേരം അബ്രഹാം ലിങ്കൻ പൈതലിനെ കണ്ടോണ്ട് ചോദിച്ചു, ടെഡ്, വൈ യു ആർ ഹിയർ? നീ എന്തിനാണ് ഇവിടെ? ഹൂ ഇസ് ദിസ് ഗൈ വിത്ത് യു? നിന്റെ കൂടെ ഉള്ളത് ആരാണ്? അന്നേരം ടെഡ് ഇപ്രകാരം പറഞ്ഞു, ഡാഡ്, ഹി വാണ്ട്സ് ടു മീറ്റ് യു. ഡാഡ്, ഈ എന്റെ ഫ്രണ്ടിന് ഡാഡിനെ കാണണം, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അന്നേരം
അബ്രഹാം ലിങ്കൻ ആ സൈനികനോട് ചോദിച്ചു, വൈ യു വാണ്ട് ടു മീറ്റ് മീ, നീ എന്തിനാണ് എന്നെ കാണാൻ ആഗ്രഹിച്ചത്? അന്നേരം പറഞ്ഞു, ഇന്ന പോലെയാണ് പ്രസിഡന്റ്, എൻ്റെ ഫാദറും എൻ്റെ ബ്രദറും സിവിൽ വാറിൽ മരിച്ചുപോയി, ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ മദറിനും എൻ്റെ സിസ്റ്ററിനും ഏക ആശ്രയം, എൻ്റെ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്യണം. അന്ന് ആ അബ്രഹാം ലിങ്കൻ അന്നേരം തന്നെ ആ സൈനികന്റെ റിസൈൻ ലെറ്റർ അക്സെപ്റ്റ് ചെയ്തു. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവൻ എങ്ങനെയാണ് അവിടെ പ്രവേശിച്ചത്? അബ്രഹാം ലിങ്കന്റെ പുത്രന്റെ കൈ പിടിച്ചിട്ടാണ്. അല്ലെ, പുത്രനെ ആ ഗേറ്റിലുള്ളവർക്കും എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇന്ന് രാത്രികാലം ഈ മെസ്സേജ് ഞാനിവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ പിടിച്ചിരിക്കുന്ന ഒരു പുത്രന്റെ കയ്യിലാണ്. ഹല്ലേലൂയ. ആ പുത്രന്റെ കൈ നമ്മൾ വിടാതിരിക്കുകയാണെങ്കിൽ ആ സ്വർഗത്തിലെ ശക്തിയാൽ അവൻ നമ്മളെ നിറച്ച് എത്തിക്കേണ്ടടുത്ത് അവൻ നമ്മളെ എത്തിക്കും. ഹല്ലേലൂയ. അവൻ നമ്മളെ കൈവിടുകയില്ല. ഇന്ന് രാത്രികാലം ഇത്രത്തോളം സമയം ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിപ്പാനും യാചിപ്പാനും ഹല്ലേലൂയ നമ്മൾക്ക് ദൈവം സഹായിച്ചു. നമ്മൾ ആ പുത്രന്റെ കൈ വിടരുത്. ഹല്ലേലൂയ. ആ പുത്രന്റെ കൈ നമ്മൾ വിട്ടാൽ ഒരു പക്ഷേ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ ഹല്ലേലൂയ നമുക്ക് സ്വയം തരണം ചെയ്യുവാൻ പറ്റുകയില്ല. സ്വയം നമ്മൾ എത്തേണ്ടയിടത്ത് എത്തത്തില്ല. ഹല്ലേലൂയ. ആ സൈനികന് സ്വയമായിട്ട് അബ്രഹാം ലിങ്കന്റെ മുമ്പിൽ എത്തുവാനുള്ള യാതൊരു കഴിവും യാതൊരു ലെറ്ററും ഇല്ല. പക്ഷെ പുത്രന്റെ കൈ അവൻ പിടിച്ചപ്പോൾ അവൻ ചെന്നെത്തേണ്ടിയടുത്തെത്തി. അവന്റെ കേൾക്കേണ്ടിയ ആ പെറ്റീഷൻ കേട്ടു, അവന് ലഭിക്കേണ്ട ഉത്തരം ലഭിച്ചു. ഇന്ന് രാത്രികാലം ആ പുത്രന്റെ കരത്തിൽ നമ്മൾ പിടിച്ചു. അവന്റെ ആത്മാവിന്റെ ശക്തിയാൽ നമ്മളെ നിറച്ച് അവൻ നമ്മളെ എത്തിക്കേണ്ടിയടുത്ത് എത്തിക്കുന്ന ദൈവം എന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു.